കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ആ ജനങ്ങൾ വിട്ടിട്ട് പോയതെന്ന്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്തി കാണുമായിരിക്കും അതിൻ്റെ ഉത്തരം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, കാരണം ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു എല്ലാവരും മ്യൂട്ട്, ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അത് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. പക്ഷേ വല്ലപ്പോഴും ഒരു ഹോംവർക്ക് ഒക്കെ നോക്കി കിട്ടണ്ടേ, പഴയകാലം ഓർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. അപ്പൊ ശരിക്കും എന്തുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയത്? എന്താണ് അവരെ ഭയപ്പെടുത്തിയത്? ഇപ്പൊ ഞാനിത് സ്റ്റേജിൽ വെച്ച് ഒരു വലിയ ക്രൈസിസിലാണ് ഇതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടുന്നത്. എൻ്റെ ജീവിതവും എൻ്റെ ശുശ്രൂഷ എല്ലാം മാറ്റിയത് ആ ഒരൊറ്റ മോമെന്റ്, ഈ വാക്യത്തിന്റെ വ്യാഖ്യാനമാണ്. ഇതെനിക്ക് ലഭിക്കുന്നതാണ് കർത്താവിൽ നിന്ന് ഓൺ ദ സ്റ്റേജ്. എന്തുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയെന്നുള്ളതൊരു വലിയ പ്രോബ്ലമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്നു. അത് വരാൻ കാരണം, ഞാൻ ഭുവനേശ്വറിൽ ഈ ഒറീസയിൽ നിന്ന മിഷണറിമാർ, ജീസസ് മിഷന്റെ മിഷണറിമാരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ ഇട്ടിട്ട്? നിങ്ങളോട് ചോദിച്ചു അതേ ചോദ്യം. അപ്പൊ എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകളെ കഠിനമായ വാക്ക് പറഞ്ഞ് പിരിച്ചുവിടുമായിരുന്നു. ഏറ്റവും കഠിനമായ വാക്ക് എന്ന് പറയുന്നത് അവന്റെ ആ നടപ്പ്, അവന്റെ ജീവൻ, അവന്റെ പാർട്ടിസിപ്പേഷൻ, അത്രയൊക്കെ എനിക്കറിയാം. അപ്പോ കർത്താവ് നമ്മുടെ ഭാഗമായി വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഞാനത് പറഞ്ഞോണ്ട്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഈ 63-ാം വാക്യം കണ്ടു. ചോദ്യം ചോദിച്ച ശേഷം അത് കാണുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഉത്തരം പോയി. കാരണം അവിടെ ഇവര് മനസ്സിലാക്കിയായിരുന്നു ആത്മാവ് വരുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഒരു കഠിനവാക്യം നമ്മൾ ആദ്യം വായിക്കുമ്പോൾ തോന്നി ഈ മാംസവും രക്തവും അങ്ങനെയുള്ള ടീച്ചിങ്സിനെ കുറിച്ച് അവർക്ക് തെറ്റിദ്ധാരണ കൊണ്ട് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തെറ്റിദ്ധാരണ കൊണ്ടല്ല അവർ പോയതെന്നും, അവര് എക്സ്പ്ലനേഷൻ കേട്ട ശേഷമാണ് പോയതെന്നും ഞാൻ ചോദ്യം ചോദിച്ച ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉത്തരം പറയാൻ എൻ്റെ കയ്യിലില്ല. ചോദ്യമായിട്ട് ചോദിച്ചു, ഉത്തരം പറയാൻ എനിക്കില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ സ്റ്റേജിൽ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ഉത്തരം ഇല്ല. എൻ്റെ കയ്യിലുള്ള ഉത്തരം ആ സമയത്ത് മാഞ്ഞു പോയി. എന്ത് ചെയ്യും? ഞാൻ ഉടനെ എന്ത് ചെയ്യുന്നറിയോ? അവർ പറഞ്ഞു, നിങ്ങളൊരു പാട്ട് പാടാമോ ചോദിച്ചു. പാടി. എന്നിട്ട് ഞാൻ ഓർഗനൈസേഴ്സിനോട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിരുന്നു. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചോണ്ട് കർത്താവിനോട് ചോദിച്ചു, ഒരു ടൈം വേണമല്ലോ, ഒരു ഗ്യാപ്പ്. കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവെ, എന്തിനാണ് അവർ ഇട്ടിട്ട് പോയത്? എന്തിനാണ് അവർ ഇട്ടിട്ട് പോയത്? അപ്പോ ഒരു പിടിയില്ല. ഞാൻ ചോദിച്ചു, കർത്താവെ, എനിക്ക് ഉത്തരവില്ല, ഞാൻ എന്ത് പറയും? ആഫ്റ്റർ ഹിയറിംഗ് ദ എക്സ്പ്ലനേഷൻ, വൈ ഡിഡ് ദേ ലീവ്? അപ്പോ കർത്താവിന്റെ ശബ്ദം എനിക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ ഞാൻ കേൾക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഓഡിബിളായിട്ട് വെളിയുന്നുള്ള ശബ്ദമായിട്ടല്ല, എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശബ്ദം ഫസ്റ്റ് ടൈം സ്റ്റേജിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് വാസ് ഇൻ 2009 നവംബർ. ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ ഡേറ്റ്. എൻഡ് ഓഫ് നവംബർ ഏകദേശം. അപ്പൊ അതിങ്ങനെയായിരുന്നു. 63-ാം വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. The flesh profits nothing. Flesh profits nothing. അപ്പൊ എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയാണ്, നീ ജഡത്തിൽ എന്ത് ചെയ്താലും നീ മരിക്കും. എത്ര പ്രവർത്തിച്ചാലും ജഡത്തിൽ നിനക്ക് ജീവനില്ല, മരിക്കും. നീ എത്ര പ്രസംഗിക്കാൻ നടന്നാലും, എത്ര പ്രസംഗം ഉണ്ടാക്കിയാലും, എത്ര ആളുകൾ നിന്റെ പ്രസംഗം നല്ലതാന്ന് പറഞ്ഞാലും, നീ പ്രസംഗിക്കാൻ എത്ര ദൂരം ട്രെയിനിലും പ്ലെയിനിലും പോയി പ്രസംഗിച്ചാലും, നീ ജഡത്തിലാണ് ചെയ്യുന്നത്, നീ മരിക്കും. കാരണം ജഡത്തിന് ജീവൻ കൊടുക്കാൻ പറ്റില്ല, ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. ഫ്ലഷ് പ്രോഫിറ്റ്സ്. ഇത് ആരുടെ പറയുന്നറിയോ? ചെറുപ്പകാലം തൊട്ടേ അനുസരിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടന്ന കുറെ ആൾക്കാരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ മരിക്കും. ഇറ്റ്സ് നോട്ട് വിത്തിൻ യുവർ എബിലിറ്റി. നിങ്ങൾ ഉറപ്പായിട്ടും മരണത്തെ ഫേസ് ചെയ്യും. അപ്പൊ അവരുടെ ലൈഫിൽ അവർ ചെയ്ത മുഴുവൻ, നിക്കോദമോസിന്റെ കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഈ നിക്കോദമോസ് എന്ന് പറയുന്ന വ്യക്തി എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, നേടിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നു, എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടൊന്നും അവൻ ഒരു പ്രയോജനവും ഇല്ല.
അതായത് നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്ത പല കാര്യങ്ങളും. ഇതുകൊണ്ടൊന്നും ജീവിതത്തിൽ ദ ഹോൾ ലൈഫ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഫ്ലഷ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ദാറ്റ് മീൻസ് ഫ്രം ദ ഫ്ലഷ് യു കനോട്ട് ഗെറ്റ് ലൈഫ്. ബൈ മോഡിഫൈയിങ് ദ ഫ്ലഷ് ഓർ ബൈ റീഫോമിങ് ദ ഫ്ലഷ്, അതിനെന്ത് ചെയ്താലും നിങ്ങൾ മരിക്കും. നിങ്ങൾ എത്ര നല്ലവനായാലും നിങ്ങൾ മരിക്കും. അതുകൊണ്ട് നല്ലവനായാൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നിങ്ങളുടെ ശരീരം മുഴുവൻ ചുടാനേൽപ്പിച്ചാലും ഉള്ളത് മുഴുവൻ അന്നദാനം ചെയ്താലും നിങ്ങൾ ഫ്ലഷിലാണെങ്കിൽ മരിക്കും. ഒരു പ്രയോജനമില്ല. നിങ്ങൾ കുറച്ച് ശബ്ദം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. നമ്മളെല്ലാവരും ഓടി നടന്ന് നീതി ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലേ. നമ്മളൊരു ജീവിതം ഉണ്ടാക്കി വെക്കുവാണല്ലോ. ആ ജീവിതം കർത്താവിന് മുമ്പിൽ കർത്താവിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് സമർപ്പിക്കുവാണല്ലോ. നടക്കൂല എന്നാ കർത്താവ് പറയുന്നത്. നമ്മൾ ആ റിച്ച് യങ് റൂളറിന്റെ കഥ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. ധനവാനായ യങ് മാൻ, അല്ലെ, യൗവനക്കാരൻ. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കഥയാണ്. നമുക്ക് വളരെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. നമുക്ക് വളരെ പേടിയുള്ളൊരു കഥയാണ്. കാരണം ആ കഥ ശരിക്കും ഒത്തിരി പേരെ പേടിപ്പിച്ചിട്ടുണ്ട്. ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് അതിന്റെ കട്ടി. ഇപ്പൊ ആ ധനവാനായ മനുഷ്യൻ യേശു പറഞ്ഞ ശരിക്കും മനസ്സിലായില്ലെന്ന് വെച്ചോ. ഈ ഹിന്ദു പുരാണങ്ങളൊക്കെ പോലെ, അവരുടെ ഉപനിഷത്തുകളൊക്കെ പോലെ എത്ര വായിച്ചാലും മനസ്സിലാവില്ല. ഞാൻ ഈസ്റ്റേൺ ഫിലോസഫിയുടെ കുറെ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ അക്ഷരം പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഭയങ്കര പാടാണ്. ഒന്നും മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ വെരി വെരി ടഫ്. പക്ഷെ യേശുവിന്റെ ടീച്ചിങ്സ് നോക്കി വളരെ സിമ്പിൾ. ഈ സിമ്പിൾ ആയിട്ടുള്ളതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? എന്റെ പ്രയാസം എന്താണെന്നറിയോ? സിമ്പിൾ ഗോസ്പൽ ഈസ് എ വെരി ടഫ് ഗോസ്പൽ. കാരണം എന്താ ചെയ്യേണ്ടത് നമുക്കങ്ങ് മനസ്സിലാവുക. പിന്നെ അത് ചെയ്തേ പറ്റൂ. മറ്റേ ഫിലോസഫി വല്ലതാണെങ്കിൽ കുറെ പഠിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് നടന്നാൽ അനുസരിക്കേണ്ട. കാരണം മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യമേ ബേസിക്കലി മനസ്സിലായിട്ട് വേണമല്ലോ അനുസരിക്കാൻ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വേണ്ടി 5 ഡോക്ടറേറ്റ് എടുത്താലും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞ് നമ്മൾ അനുസരിച്ചേ പറ്റൂ. കാരണം നമുക്ക് മനസ്സിലായി പോവാണല്ലോ. മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റില്ല. നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് അനുഗമിക്കുക. എന്താ അതിനകത്ത് മനസ്സിലാകാനുള്ളത്? സ്വത്ത് എടുക്കുക, വിൽക്കുക, അനുഗമിക്കുക, അത്രേ ഉള്ളൂ. ഈ സിമ്പിൾ ഗോസ്പൽ ഇസ് എ സ്കെയറി ഗോസ്പൽ. ശരിക്കും ഭയങ്കര സ്കെയറിയാണ്. അതുകൊണ്ട് ഈ ബൈബിൾ കോളേജിൽ ഇത്രയേ ഉള്ളത്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും സിമ്പിൾ ഗോസ്പൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി, തിയോളജിക്കലാക്കി, ഫിലോസഫിക്കലാക്കി, ആർക്കും മനസ്സിലാത്തവരാകണം. അപ്പൊ പിന്നെ അനുസരിക്കുന്ന ഒരു നിർബന്ധം നമ്മുടെ കാര്യമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ഈ ലളിതമായ ഗോസ്പൽ അവനെ പേടിപ്പിച്ചു കളഞ്ഞു. അവന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലായിരുന്നെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് യേശുവിന്റെ കൂടെ നടന്നേനെ. പക്ഷെ മനസ്സിലായി പോയി. അപ്പൊ തന്നെ തിരിച്ചുപോയി. വളരെ ദുഃഖത്തോടെ തിരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ധനവാൻ ഒട്ടകം സൂചികളുടെ കയറുന്നതിനേക്കാളും പാടാണ് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇത് കേട്ടോണ്ട് ശിഷ്യന്മാർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നാച്ചുറലി ടെൻഷനാവും. ആകെയുള്ള ഇത്തിരി നല്ല ആത്മാക്കൾ, വിലയേറിയ ആത്മാക്കൾ, ഇതൊക്കെ വരുന്നത് ഈ ധനം ഉള്ളവരുടെ ഗ്രൂപ്പിൽ നിന്നാണ്. അവരെയും കൊണ്ടാണ് നമ്മുടെ സഭകളൊക്കെ നിലനിന്ന് പോകുന്നത്. പാസ്റ്റർമാര് അല്ലെങ്കിൽ സഭകൾ പണിയപ്പെടുന്നത്. ഇതെല്ലാം ഈ സൂചിക്കൊടിയുടെ കയറാത്ത ധനവാന്മാരെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവരില്ലാതെ നമ്മൾ എങ്ങനെ രാജ്യം സ്ഥാപിക്കും സഹോദരങ്ങളെ? ഈ കർത്താവാണെങ്കിൽ പുതിയ രാജ്യം ദൈവരാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റിസോഴ്സ് ഉള്ള ആൾക്കാർ വരണ്ടേ? റിസോഴ്സ് ഉള്ള ആൾക്കാർ വരുമ്പോൾ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്ത് ഇതെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് ഒന്നും ഇല്ലാത്തവനായി വന്നാലേ എടുക്കുള്ളൂ. എന്ത് ചെയ്യും? അപ്പൊ ശിഷ്യന്മാർ വിചാരിച്ച് ഇങ്ങനെ പോയാൽ കർത്താവെ പ്രതിസന്ധി ആവുമല്ലോ. അങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും? അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ അത് അസാധ്യം. എന്നാൽ ദൈവത്തിന് എല്ലാം പറ്റും. ഏത് ധനവാനെ അകത്ത് കയറ്റാൻ ദൈവത്തിന് പറ്റും. പക്ഷെ ദൈവത്തിന്റെ വഴിയിലാവും വരണം. അപ്പൊ ആ ഒരു ബ്രോക്കൺനെസ്സിലേക്ക്, അസാധ്യത്തിലേക്ക് വരണം. ഈ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ പറയുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ കർത്താവ് പറയുന്നുണ്ടെന്നറിയോ? ഒരുത്തിനെ രക്ഷിക്കുന്ന കാര്യം അത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. എനിക്ക് എന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് അസാധ്യം, പക്ഷെ ദൈവത്താൽ സകലതും സാധ്യം. ഓക്കെ, അപ്പോൾ ദൈവത്താൽ സകലതും സാധ്യം എന്നുള്ളതാണ് ആ ഉപദേശം. അതേ ഉപദേശമാണ് പുതിയ നിയമത്തിൽ മുഴുവനുള്ളത്. സാൽവേഷൻ ഈസ് സംതിങ് ഇംപോസിബിൾ ഫോർ മാൻ ആൻഡ് പോസിബിൾ ഫോർ ഗോഡ്. അപ്പം ദൈവത്തിന്റെ കൽപ്പനകളും അങ്ങനെയാണ്. അത് വളരെ ലളിതമാണ്, കട്ടിയാണ്, പക്ഷെ അനുസരിക്കാൻ പാടാണ്. അപ്പോ ഫ്ലഷ് കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഈ നിയമത്തെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല.
നിയമം എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിയമത്തിന്റെ പ്രത്യേകത എന്താ? മാങ്ങ പോലെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നോ? മാങ്ങാപ്പഴം പോലെയാണ് നിയമം, പറഞ്ഞായിരുന്നോ? മാങ്ങാപ്പഴത്തിന്റെ കാര്യം പറഞ്ഞോ? പറഞ്ഞില്ല അല്ലേ? അത് കേൾക്കണം. അതാണ് നിയമത്തിന്റെ പ്രശ്നം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു നിയമം തരാൻ പോവാണ്. ഇപ്പൊ നമ്മൾ എത്ര പേരുണ്ടെന്ന് നോക്കിയോട്ടെ. 36 പേരുണ്ട്. 36 പേരല്ല, 36 ക്യാമറയുണ്ട്. മേ ബി അറൌണ്ട് 55 പീപ്പിൾ ഉണ്ടാവുമായിരിക്കും, അറിയത്തില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ലോ തരാൻ പോവാണ്. നിങ്ങൾക്ക് നല്ല രുചിയുള്ള, നല്ല ടേസ്റ്റ് ഉള്ള, എത്ര അനുസരിച്ചാലും മതിയാകാത്തൊരു നിയമം തരട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാങ്ങാപ്പഴം തന്നിട്ട് പറയുകയാണ്, ഈ മീറ്റിംഗ് 11 മണിയാകുമ്പോൾ ഇന്ത്യൻ ടൈം, നിങ്ങളുടെ 9:30 ആകുമ്പോഴേക്കും ഈ മാങ്ങാപ്പഴം നിങ്ങൾ തിന്നു തീർക്കണം. ഇതാണ് ലോ. ഹൗ ഡു യു ഫൈൻഡ് ദറ്റ് ലോ? റിയലി ഫൈൻ അല്ലേ? വെരി ടേസ്റ്റി. ഇങ്ങനെ ഈ നിയമം കണ്ടിട്ടാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം അവന്റെ കൽപ്പനകൾ എത്ര മധുരമാണെന്നും അനുസരിക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ പറയുന്നത്. മാങ്ങാപ്പഴം പോലെ ആയിരുന്നത്. ഇറ്റ്സ് വെരി സ്വീറ്റ്. അപ്പൊ ദൈവം കൽപ്പനകൾ തരുന്നു, നമ്മൾ അനുസരിക്കുന്നു, അപ്പനെ പോലെ ദൈവത്തെ അനുഭവിക്കുന്നു, ദൈവം പറയുന്ന എല്ലാം ചെയ്യുന്നു. ഇങ്ങനെ സുന്ദരമായിട്ട് പോരുകയാണ്. അപ്പൊ 9:30 ആയപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഞാൻ പറഞ്ഞ ലോ പ്രമാണിച്ചവര് ഒന്ന് കൈവെക്കുക. പ്രമാണിച്ചവർ കൈവെക്കാൻ പറയും, നിങ്ങൾ എല്ലാവരും കൈവെക്കും. കാരണം ഇനി അതിനകത്തൊന്നും എടുക്കാനില്ല. അത് ഫുൾ അതിന്റെ ഇടപാട് തീർത്തിരിക്കുക. കാരണം അതിനകത്ത് നാര് പോലും ബാക്കിയില്ല. പിന്നെ അതിന്റെ ഞെടുപ്പ്, അതിന്റെ തൊലി എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുക. ചില ആൾക്കാർ മുമ്പന്മാരാകാൻ വേണ്ടി കൽപ്പന അനുസരിക്കുന്ന ചില ആൾക്കാർ അങ്ങനെയാ, അതിന്റെ എല്ലാ മൂലയും തീർക്കും. അപ്പൊ അങ്ങനെ അനുസരിച്ചവരുണ്ട്. ഇവരെല്ലാം പലതരത്തിൽ. അപ്പൊ ഒരുത്തം പറയടാ, അയാൾ മുഴുവൻ കഴിക്കണം എന്ന് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം നീ തിന്നുന്നത് തിന്നാ പോരാ, അല്ലെ ഞെടുപ്പും കൂടെ തിന്നണം. അങ്ങനെ ഉപദേശിച്ച് തീറ്റിപ്പിക്കും. 9:30 ആയപ്പോ ഞാൻ പറയാ, നിങ്ങൾ തീർത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലെ മാങ്ങേണ്ടിയിരിക്കുകയാണല്ലോ. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞല്ലേ തന്നത്. എന്താ ഫിനിഷ് ചെയ്യാൻ? ചോദ്യം എങ്ങനെയുണ്ട്? അതുവരെ ഈ ജനം വിശ്വസിച്ചിരുന്ന എന്നാന്നറിയാം, തിന്നാൻ പറ്റുന്നിടത്തോളം തിന്നാൻ മതി ന്യായപ്രമാണം. പക്ഷെ കർത്താവ് വന്നപ്പോഴാണ് മനസ്സിലായത്, അതിനകത്ത് ആർക്കും അനുസരിക്കാൻ പറ്റാത്ത ഒരു ആന്തരിക പ്രമാണം ഉണ്ടെന്നും അത് പൂർത്തിയാക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ലെന്നും. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത് പ്രാക്ടിക്കലി ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ലെന്നും. അവന് വേണമെങ്കിൽ എന്തു വേണേലും കൊടുക്കാം, ശരീരം ചുടാനിരിപ്പിക്കാം, അവന് കിഡ്നി ഒരു കൊടുക്കാം, ഇതൊക്കെ സാധിക്കും. പക്ഷേ അവനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ അവനെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സാമ്പിൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ എക്സാമിനേഷന് തോറ്റു. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇതൊരു കഥയാണ്. ഞാൻ പറയുന്നവരെ അങ്ങനെ നടക്കാറൊന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അപ്പനും അമ്മയും ഭയങ്കര ചീത്ത, നിന്നെയൊക്കെ എന്തിനാ പഠിപ്പിക്കാൻ വിട്ടത്, നീയൊക്കെ ചുമ്മാ ഉഴപ്പിത്തിരിഞ്ഞ് കമ്പ്യൂട്ടറിലും ഫോണിലും കളിച്ചുകൊണ്ട് നടന്ന് നശിപ്പിച്ചു. റിസൾട്ട് നീ ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാം? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ലേ. ഈ മനുഷ്യര് എത്ര A+ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് നമ്മളെല്ലാം വീണു പോകുന്നത്. അപ്പൊ ഇങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യണം? അപ്പൊ ആ അമ്മ പറയും, നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ അയാളുണ്ടല്ലോ, അയാൾ എപ്പോഴും പിള്ളേർ പഠിക്കുന്നുണ്ടോ, ഗ്രേഡ് അവന് ഭയങ്കര ഗ്രേഡും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരമാണ് നമ്മൾ ഈ മുട്ട അവന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര വിഷമം ആയിരിക്കുമല്ലോ നാച്ചുറലി. ഇന്നത്തെ കാലത്ത് ഒരു തോൽവിയൊന്നും ഏറ്റുവാങ്ങാനുള്ള ശക്തി നമുക്ക് ആർക്കും ഇല്ല. പണ്ടങ്ങനല്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 100 പേരെ SSLC എക്സാമിനേഷൻ എഴുതിയാൽ 45 പേരെ ജയിക്കുള്ളൂ, 55 പേരും തോക്കുക. അന്ന് തോറ്റവരുടെ കൂട്ടായ്മയാണ് സ്ട്രോങ്. നീ തോറ്റോടാ? ഞാൻ തോറ്റു. നീയോ? ഞാനും തോറ്റു. നമുക്ക് ഏത് പാരലൽ കോളേജിൽ പോകാം? അതാണ് അടുത്ത ചോദ്യം. ഇങ്ങനെയാണ് ഒരു ഗ്യാങ് ഉണ്ടാകും. ഇന്ന് ഒരാളാ തോക്കുന്നത്. ഭയങ്കര പെയിൻ അത്. ഇവരിങ്ങനെ അപ്പനമ്മയും വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിവരം അറിയുന്നത്, അപ്പുറത്തെ വീട്ടിലെ കൊച്ചും തോറ്റു. നിങ്ങൾക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുമോ, അതോ അയ്യോ അവനും തോറ്റല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതേ സങ്കടം തോന്നുമോ? തോന്നില്ല. നിങ്ങൾക്ക് ആശ്വാസം തോന്നുള്ളൂ. അവരുടെ മുഖത്തിന് നോക്കാം, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഇവനൊരു കൂട്ടുമായി, സന്തോഷം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ റിലീഫായിരിക്കും. ചിലപ്പോൾ ഈ പിള്ളേരെ എക്സാമിനേഷന് മാർക്ക് കുറയും പറയല്ലേ, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, എല്ലാവർക്കും കുറവായിരുന്നു പറയല്ലേ. അത് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറയുന്ന എല്ലാം കണക്കാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പിള്ളേരുടെ മാത്രം സ്നേഹമുള്ളതുകൊണ്ട് അവർ മറ്റുള്ളവരെയൊക്കെ മോശമായി പോയില്ലല്ലോ എന്നുള്ളതിൽ നമ്മൾ വളരെ സന്തോഷിക്കുകയും ചെയ്തുള്ളൂ. അപ്പൊ ശരിക്കും നമുക്ക് അയൽക്കാരനെ നമ്മൾ സ്നേഹിക്കുന്നതിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല.
നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ആവാൻ പറ്റുമോ? ഇല്ല. മാങ്ങണ്ടി കടിച്ചാൽ പൊട്ടില്ല. ഇനി ഒരു എക്സാമ്പിളിൽ പറയാം. ഞങ്ങളുടെ കുഞ്ഞിന് സ്വന്തം കുഞ്ഞിന് സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ഭയങ്കര കരച്ചിൽ, എന്ത് പറ്റി ഡോക്ടറെ, മരുന്ന് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ഭയങ്കര ടെൻഷൻ. ഡോക്ടർ സാരമില്ല, ഇവന് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷൻ. അയൽ വീട്ടിലെ കൊച്ചിന് അതിനേക്കാളും വലിയ ഉണ്ടായി എടുത്തുകൊണ്ട് പോയി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ തന്നെ മരുന്ന് മേടിച്ചു കൊടുത്തു, ഞാൻ തന്നെ ഡോക്ടറോട് സംസാരിച്ചു. പക്ഷെ എന്താണെന്നറിയാൻ മേല, ടെൻഷൻ ഇല്ല. എന്തായി? സ്നേഹമില്ല. എന്നാ പിന്നെ ഒരു തീരുമാനം എടുക്കാൻ പോവാ, ടെൻഷൻ ഉണ്ടാവട്ടെ. ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, ഇതിനകത്ത് നിങ്ങൾ ആരും കാണാതെ മോശ നിങ്ങളോട് പറഞ്ഞപ്പോൾ മിസ്സായി പോയ ഒരു കഠിനമായ ഭാഗമുണ്ട്. അത് നിവൃത്തിയായിട്ടില്ല. അത് നിവൃത്തിയാക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ കഠിനമായ ഭാഗം വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നിവൃത്തിയാകേണ്ട വചനം. 1, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. അകത്തെ വചനം എടുത്തിരുന്നത്. വിചാരം ചെയ്യരുതെന്നുള്ള പുറംവചനത്തിന് അകത്ത് കിടക്കുന്ന മാങ്ങയുണ്ട്. അതുപോലെ നിന്റെ സ്വത്തെല്ലാം മറ്റു ദരിദ്രർക്ക് കൊടുക്കുക. നീ സുവിശേഷം പറയാൻ പോകുമ്പം ഓക്കെ, ഒരു ചെരുപ്പ് എടുക്കരുത്, 2 ഡ്രസ്സ് എടുക്കരുത്. അനുസരിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ മാങ്ങണ്ടി കടിച്ചു പൊട്ടിച്ച് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഉടുപ്പ് ഒരാൾ എടുത്താൽ പുതപ്പും കൂടെ കൊടുക്കുക. അനുസരിച്ചിട്ടുണ്ടോ? കൊടുക്കുമായിരിക്കും അല്ലേ? നമ്മൾ ചിലപ്പോൾ അത് കൊടുക്കുമായിരിക്കും. പക്ഷെ അത് അന്തക്കാലം ഒരു ഉടുപ്പൊക്കെ ഉള്ളൂ. അതാ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി എക്സാമ്പിൾ ഒന്ന് മാറ്റാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ പുറകെ, അയ്യോ ബ്രദർ ഒന്ന് നിൽക്കരുത്, ഈ ചാർജറോടെ കൊണ്ടുപോക്കോ എന്ന് പറയോ? പറയത്തില്ല അല്ലേ? അപ്പൊ ഈ മാങ്ങേണ്ടി ആരും തൊട്ടിട്ടില്ല. സത്യം പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞ പുതിയ നിയമത്തിലെ കൽപ്പനകൾ ഒരെണ്ണം പോലും സ്നാനമല്ലാതെ, അത് തന്നെ നേരെ ചൊവ്വയാണോ ചെയ്തെന്ന് അറിയാൻ മേല, സ്നാനമല്ലാതെ വേറൊരൊറ്റ കൽപ്പന പോലും നമ്മൾ അനുസരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് അനുസരിക്കേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്നു പോലുമില്ല. എന്നും മാത്രമല്ല, ഇതനുസരിക്കണം നമ്മളോട് ആരും പറയാറുമില്ല. എന്നും മാത്രമല്ല, ഇതനുസരിക്കുന്ന ആരെ നമ്മൾ കാണാറില്ല. പക്ഷേ നമ്മളെല്ലാം അനുസരിച്ചവരായിട്ടാണ് ഇരിക്കുന്നത്. അതെന്താ അനുസരിച്ചതെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. യേശുക്രിസ്തു പറഞ്ഞൊന്നും അനുസരിച്ച് കാണുന്നില്ല. നിങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ എന്തെങ്കിലും അനുസരിച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. യേശുക്രിസ്തു അവസാനം പറഞ്ഞ ഗിരിപ്രഭാഷണത്തിൽ അവസാനം ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാണ്. തീർന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നിങ്ങളെ എത്ര പരിശ്രമിച്ചാലും ഈ ആന്തരിക നിയമം പൂർത്തീകരിക്കാൻ ജഡത്തെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര ഓടി നടന്നാലും കർത്താവിന് മുമ്പിൽ ലോ ബ്രേക്കറായിട്ടേ ഇരിക്കുള്ളൂ. സോ ദാറ്റ്സ് വൈ ജീസസ് സേസ് ദ ഫ്ലഷ് ഡസ് നോട്ട് പ്രോഫിറ്റ് എനിത്തിങ്. മനസ്സിലായോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഇത് മുഴുവൻ കേൾക്കണേ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച എപ്പോഴെത്തിയെന്ന് വെച്ചാൽ അതൊക്കെ കലണ്ടർ നോക്കിയാൽ എനിക്ക് അറിയത്തുള്ളൂ. ഞാനിത് ഇങ്ങനെ കാറ്റ് എവിടെ നിന്ന് വരുന്ന എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ. സത്യം പറഞ്ഞ് ഇന്നലെ ഞാൻ വന്നപ്പോൾ മിനിങ്ങാൻ എന്താ പ്രസംഗിച്ചെന്ന് പോലും ഞാൻ മറന്നുപോയായിരുന്നു. തുടങ്ങുമ്പോൾ അതൊക്കെ ഓർമ്മിക്കപ്പെടുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് വാട്ട് യു നീഡ് ടു ഹിയർ. അത് ദൈവം നിങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്താ ചിന്തിക്കുന്നുള്ളതൊക്കെ അതിനകത്ത് അപ്രസക്തം. ഓക്കെ, ഓൾറൈറ്റ്. എനിവേ, അപ്പോൾ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. കൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കില്ല. ഇന്നലെ ഞാൻ മറന്നു വേണ്ടി ഞാൻ വളരെ കരുതി വെച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഇന്നിപ്പോൾ ഓർക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ നിർത്തി എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പിന്നെയും പിടിച്ചു കയറുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. അപ്പോൾ എൻ്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല, ഞാൻ വിചാരിച്ചാലും നന്നാവില്ല. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. യു ഷുഡ് നോട്ട് ഇറ്റ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ? ഈ ചില ഡോക്ടർമാർ വളരെ മൈൽഡാണ്. അവർ പറയും, നമുക്ക് കീമോ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല, അനേകം ആൾക്കാർ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വേറെ ചിലർ പറയും, പോക്കാണ്, നിങ്ങൾ വെറുതെ മെനക്കെടണ്ട, 2 മാസം അല്ലെ 3 മാസം. ഡോക്ടറുണ്ട്, ഭയങ്കര ഓണസ്റ്റാണ്. അവരിപ്പം നമുക്ക് ഹൃദയസ്തംഭനം ഉണ്ടായാലും അവർക്ക് പ്രശ്നമില്ല. അവരുള്ളത് പറഞ്ഞ് അങ്ങനെ തുറന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ തുറന്ന് നിങ്ങളോടൊരു കാര്യം പറയാണ്, നിങ്ങൾ എത്ര വിചാരിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല.
എത്ര നന്നാകാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നന്നാകാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നിങ്ങൾ തീരുമാനം എടുത്താലും നന്നാവില്ല, ശരീരം മുഴുവൻ ചുടാനേൽപ്പിച്ചാലും നന്നാവില്ല. കാരണം മനുഷ്യരാൽ അസാധ്യമാണ് നന്നാവുക എന്ന് പറയും. ഓക്കെ, നിങ്ങൾ വിഷമിക്കരുത്, കാരണം ഇതിന് ഉത്തരവുണ്ട്. നമ്മൾ നന്നാവും, പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നന്നാവില്ല. പക്ഷെ നമ്മളെ നന്നാക്കാനുള്ളൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ പലപ്പോഴും ആ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നില്ല, കാരണം അപ്പോസ്തലിക് ഉപദേശത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമുക്കത് എന്താണ് ആ ഉപദേശം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശരിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മരണഭയം വന്നു. ഞാൻ കർത്താവ് മരിക്കും, ഞാൻ വീണ്ടും ജനിച്ചതല്ലേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ മരിക്കണ്ട. കാരണം അത് നിനക്ക് എന്തെങ്കിലും അർഹത ഉള്ളതുകൊണ്ടോ നീ നന്മ ചെയ്തതുകൊണ്ടോ അല്ല. നീ മരിക്കേണ്ടാത്തതിന് കാരണം നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചതാണ്, അതുകൊണ്ടാണ്. ദാറ്റ്സ് ദ ഓൺലി റീസൺ വൈ യു ഡോണ്ട് ഹാവ് ടു ഡൈ. വെൻ യു അതാണ് റോമർ 5:10 പറയും, വെൻ യു ആർ സ്റ്റിൽ എനിമീസ്. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുന്നത്. വി ആർ സ്റ്റിൽ എനിമീസ്. He died for us when we were still enemies, Adamic, soulish, and spiritual. ഓക്കെ, അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഐ ആം സേവ്ഡ് ഫ്രം ഹെൽ. അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവേ, അത് ശരിക്കും നല്ലതാണല്ലോ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് കഠിനമാക്കായിട്ട് എടുക്കുന്നത്? അതങ്ങ് പറഞ്ഞാൽ പോരെ കർത്താവിന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വന്നത്. കർത്താവ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല ഇടയിൽ നിന്ന് എൻ്റെ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. 10ാം അധ്യായത്തിൽ പിന്നെ അത് ആവർത്തിക്കുന്നുണ്ട്. കർത്താവ് തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ നല്ല കാര്യമല്ലേ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമ്മൾ സ്വർഗത്തിൽ പോകും, നമ്മൾ മരിക്കുന്നില്ല. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ നിൽക്കുക കേട്ടോ, ഇത്രയും വിശദമായിട്ടൊന്നും അന്ന് സംസാരിച്ചില്ല. ഒറ്റ കാര്യമാണ്. കർത്താവിനോട് പറഞ്ഞു, നിന്റെ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിക്കോദമസിനോട് പറഞ്ഞ ഭാഷ പറയണമെങ്കിൽ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, അതിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല, അതിന് ജീവൻ കൊടുക്കാൻ പറ്റില്ല. എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ യോഹന്നാന്റെ സുവിശേഷം എങ്ങനെയാണ് കർത്താവിന്റെ ജീവനെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് പറ്റാത്ത, നാച്ചുറലായിട്ട് ഉണ്ടാകാത്ത, മാതാപിതാക്കളിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാത്ത ഒരു ജീവൻ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്ന് ക്രിസ്തുവിന്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്കാണ് യോഹന്നാൻ നമ്മളെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ മരിക്കേണ്ടാത്തതിന്റെ കാരണം ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചാണ്. ഈ നിന്റെ സ്ഥാനത്ത് എന്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചു. ഇത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 2-3 മിനിറ്റ് കൂടുതൽ എടുത്തില്ല കേട്ടോ കർത്താവ് എന്നോട് പറയാൻ. ഞാൻ നിങ്ങളോട് വിശദീകരിക്കുമ്പോൾ ഇത് അങ്ങ് വലിച്ചു നീട്ടുന്നതാണ്, കാരണം ഇത് മനസ്സിലാകാൻ വേണ്ടി. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചു, അതുകൊണ്ട് നിനക്കിനി ജീവിക്കാനൊരു സ്ഥാനമില്ല. അതൊരു സിന്നറുടെ പ്ലേസ് ആയിരുന്നു, അതിന്റെ അവസാനം മരണമായിരുന്നു. നീ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നീ പോകുമായിരുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, മരണത്തിന്റെ വഴി, അത് ഞാനിങ്ങെടുത്തു. ആ വഴി ഞാൻ ക്ലോസ് ചെയ്തു. നോ, ഇനി നിനക്കില്ല, യു ഡൈഡ്. എന്നാണ് മരിക്കുള്ളൂ, അതുകൊണ്ട് ആ വഴി ഞാൻ ക്ലോസ് ചെയ്തു. നീ ആ വഴിക്ക് ഇനി പോകാൻ പറ്റില്ല, കാരണം ഐ ഡൈഡ് ഇൻ യുവർ പ്ലേസ്. കർത്താവ് എൻ്റെ സ്ഥാനത്ത് മരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുക, കർത്താവ് അതെങ്ങനെയാണ് കഠിനമാക്കാവുന്നത്? കർത്താവ് പറഞ്ഞു, കഠിനമാക്കാവുന്നത് എങ്ങനെയെന്നറിയോ? ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചെങ്കിൽ, ഇതാ ഞാൻ കേൾക്കുന്ന ആ ഒരു ഇൻസൈറ്റ്, ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചെങ്കിൽ നീ എൻ്റെ സ്ഥാനത്തെ ഇനി ജീവിക്കാൻ പറ്റും. കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? എന്താ കർത്താവ് പറഞ്ഞ്? ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയോ? ഇനി നിന്റെ സ്ഥാനത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇനി എൻ്റെ സ്ഥാനത്താണ് ജീവിക്കേണ്ടത്. കാരണം മരിക്കേണ്ടത് ഞാനല്ലായിരുന്നു, നീ ആയിരുന്നു. ഐ ടുക്ക് യുവർ ഡെത്ത് ആൻഡ് ഐ ഗേവ് മൈ ലൈഫ് ടു യു. ഞാൻ നിന്റെ മരണം ഞാൻ എടുത്തിട്ട് എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തന്നു. അപ്പൊ നമുക്ക് ശരിക്കും എന്താ കിട്ടിയത്?
കർത്താവിൻ്റെ ജീവനാണ് കിട്ടിയത്. നമ്മൾ എങ്ങനെ യേശുവിനെ കൈക്കൊള്ളുന്നത്? കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് താടിയും മുടിയുമുള്ള യേശുവിനെ വീട്ടിനകത്ത് വിളിച്ച് റൂമിനകത്ത് വിളിച്ച് കയറ്റും. അങ്ങനെയല്ല നമ്മൾ കർത്താവ് സീനെ സ്വീകരിക്കുന്നത്. ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് എങ്ങനെ ജീവിച്ചു? ആള് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഇങ്ങനെ ചേർത്തിരിക്കുകയല്ല. അവന്റെ ആത്മാവിനാൽ നമ്മൾ അവന്റെ ജീവനെയാണ് പ്രാപിക്കുന്നത്. ആ ആത്മാവ് നമ്മിൽ വന്ന് ക്രിസ്തുവിന്റെ ജീവനെ നമ്മളിൽ ഉളവാക്കുക ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വി ആർ ഗെറ്റിംഗ് എ ന്യൂ ലൈഫ്. വി ആർ ബോൺ അഗെയിൻ ഇൻ ദ ന്യൂ, ഇൻ ദ റിന്യൂവൽ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ നവീകരണത്താൽ, വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ സ്പിരിറ്റ്. അപ്പൊ എന്നോട് കർത്താവ് ഇങ്ങനെ പറയും, നീ എൻ്റെ സ്ഥാനത്ത് ജീവിക്കും. അപ്പൊ ഞാൻ പുൽപ്പിന്റെ മുമ്പിൽ നിൽക്കുമല്ലേ, എനിക്ക് നീ സ്ഥാനമില്ല. പുൽപ്പിന്റെ പുറകിൽ ക്രൈസിസ് ആണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന പ്രസംഗത്തിന് സ്ഥാനമില്ല. എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഐ എം എ സിന്നർ, ഐ നീഡ് ടു ഡൈ, ഐ എം ഫ്ലഷ്. ഞാൻ എന്ത് പ്രസംഗിക്കും? നീ എൻ്റെ ഉള്ളിൽ അപ്പോൾ വരികയാണ്, ഞാനല്ല ക്രിസ്തുവാണ് പ്രസംഗിക്കേണ്ടത്. അവൻ്റെ സ്ഥാനത്ത് നിൽക്കണം. ഞാൻ രണ്ടും കൽപ്പിച്ച് കർത്താവിന്, കർത്താവ് എൻ്റെ സ്ഥാനത്തല്ല, നിന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുക. നീ എൻ്റെ ജീവനെ പ്രകാശിപ്പിക്കണം, നീ എന്നോട് സംസാരിക്കണം. അന്നാണ് ഞാൻ ശരിക്കും അനുഭവിച്ചത് ഓൺ ദ സ്റ്റേജ് ഹൗ ഗോഡ് സ്പീക്സ്. അതൊരു വളരെ നിർണായകമായൊരു വാക്യത്തിലൂടെ കർത്താവ് അവൻ്റെ സ്ഥാനത്ത് ജീവിക്കുന്ന, അവൻ്റെ ജീവൻ, പുത്രന്റെ ജീവൻ, പിതാവിന് മകനായി, സ്വർഗത്തിലെ പിതാവിന് മകനായി നടക്കുന്ന, ഇതിലെ നടക്കുന്ന, ചിരിക്കുന്ന, സന്തോഷിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, അനുസരിക്കുന്ന ജീവൻ. ആ ഒരു ജീവന്റെ പ്രകാശമാണ് പ്രിയ സഹോദരങ്ങളെ അവിടെ തരുന്നത്. ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവെ നിന്റെ സ്ഥാനത്ത് ഞാൻ എങ്ങനെ ജീവിക്കും? ഇപ്പം എൻ്റെ മനസ്സ് വരുന്നുണ്ട്, ആത്മാവാണ് ആ ജീവൻ തരുന്നത്, ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ആൾക്കാർ കൺഫ്രണ്ട് ചെയ്ത്, അവിടെ ആൾക്കാർ കൺഫ്രണ്ട് ചെയ്ത ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവരിനി ജീവിക്കുന്ന സ്ഥാനത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഫ്ലഷ് അംബിഷൻസ് പറ്റത്തില്ല. ഇനി ഞാനാണ് ജീവിക്കുന്നത്. ആത്മാവ് തരുന്ന ജീവനെ കുറിച്ച് പറയുമ്പം കർത്താവിൻ്റെ ജീവനെ അവർ കാണുന്നത്. കർത്താവിൻ്റെ ജീവൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മാനുഷികമായിട്ട് നോക്കിയാൽ രൂപഗുണമില്ല. മാനുഷികമായിട്ട് നോക്കിയാൽ ലോകത്തിൽ അട്രാക്റ്റീവായിട്ടുള്ള യാതൊരു ഗ്ലോറിയും ഇല്ല. മാനുഷികമായിട്ട് നോക്കിയാൽ സാധാരണ തകർക്കപ്പെടുന്ന, ആരും അംഗീകരിക്കാത്ത, സ്വന്തം വീട്ടിൽ പോലും അനിതന്മാർ സമ്മതിക്കാത്ത, തല ചായ്ക്കാൻ ഇടമില്ലാത്ത, ആളുകളാൽ നിന്ദിതനും ദൂഷിതനുമായ ഒരു മനുഷ്യൻ, ഒരു ഗ്ലോറിയും കാണാൻ പറ്റാത്ത ഒരു മനുഷ്യൻ പറയാണ്, നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് ജീവിക്കുക. നിങ്ങൾ എന്ത് പറയും? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈ കാര്യം പറയാൻ നേരത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സംശയം ഉണ്ടാവും. എൻ്റെ ദൈവം, ഇത് കേട്ട ആർക്കെങ്കിലും കർത്താവിൻ്റെ ജീവൻ വേണമെന്നൊക്കെ തോന്നുമോ? കാരണം നമ്മൾ ഒത്തിരി ദൂരെ ആയിപ്പോയല്ലോ. തോന്നുക പോലും ഇല്ലായിരിക്കും അല്ലേ എന്നെൻ്റെ ഹൃദയത്തിൽ തോന്നുക. അത്ര ഭയങ്കര ക്രൈസിസിലാണ്. ഞാൻ ആ പ്രസംഗം അവസാനിപ്പിച്ചു, ഒരു വിധത്തിൽ തടിയൂരി എടുത്തു. ദാറ്റ് വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം. ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഭുവനേശ്വരിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലം. കുറച്ച് ദൂരമുള്ളൂ. ടിൻ സിറ്റി പോലെയാണ്. അപ്പൊ കട്ടക്കിലേക്ക് എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. മലയാളം മീറ്റിംഗ്, ഇംഗ്ലീഷ് മീറ്റിംഗ് തോന്നുന്നു, ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഈ വചനം പ്രസംഗിക്കുന്നു. ഫസ്റ്റ് ടൈമാണ്. എന്ത് സംഭവിച്ചെന്നറിയോ? എൻ്റെ മുമ്പിൽ കുറെ കോളേജ് പിള്ളേരായിരുന്നു, മോസ്റ്റ്ലി മെൻ. അവര് ഭയങ്കര ഉറക്കെ കരയാൻ തുടങ്ങി. മാനസാന്തരം ഉണ്ടായിട്ട് അലറി കരയാൻ തുടങ്ങി. എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല ഇവരുടെ കരച്ചിൽ കാരണം, പാപബോധം. ഞാൻ പ്രസംഗം നിർത്തിയിട്ട് ആ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ ഇവരെന്നും ഇങ്ങനെ കരയുന്ന ആൾക്കാരാണോ ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഈ മയിൽക്കുറ്റി പോലെ ഇവിടെ ഇരിക്കുന്നതല്ലാതെ ഇന്ന് അവരെ സ്തോത്രം പോലും പറഞ്ഞ് ഞാൻ കണ്ടിട്ട് ഇവര് കൺട്രോൾ വിട്ട് കരയുക. പിന്നെ പ്രസംഗിച്ചില്ല. ഞാൻ 3:30 മറ്റോ ടൈം ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കേരളത്തിലോട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്തുന്നൊരു ഫീലിംഗ് എനിക്കില്ല. ഐ ആം ഫ്ലൈയിങ്. ഭയങ്കര എക്സ്റ്റസിയാ. കർത്താവിനെ സംസാരിച്ചല്ലോ, ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുന്നതാണ്, ഇനി മരിച്ചാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ സ്ഥാനത്ത് ജീവിക്കണം എന്നുള്ള രഹസ്യം മനസ്സിലായല്ലോ. ഇനി ചേസ് ഇല്ല, ഇനി കർത്താവ് ജീവിക്കണം. ഇതൊക്കെ പറയുമ്പോൾ നല്ല രസമാണല്ലോ. അതിനുശേഷം എത്രയോ പ്രാവശ്യം നമ്മൾ തോക്കുന്നുണ്ട്, നമ്മുടെ പഴയ ഫ്ലഷിലോട്ട് മടങ്ങുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ റെവലേഷൻ വാസ് വെരി സ്ട്രോങ്. പക്ഷെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് പിന്നെ സംശയം തുടങ്ങി.
ഓ, യേശുവിന്റെ സ്ഥാനത്ത് എങ്ങനെ? കാരണം പുൾപ്പിറ്റ് നിൽക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ് യേശുവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ. പക്ഷെ വീട്ടിലൊന്ന് ഭാര്യയോടും പിള്ളേരോട് സംസാരിക്കുമ്പോൾ യേശുവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഇത്തിരി പാടാണ്. ഞാൻ വീട്ടിൽ വന്ന് ഒരു 2-3 ദിവസം ആയപ്പോഴേക്കും എനിക്ക് മടുത്തു. കർത്താവെ, യേശുവിന്റെ സ്ഥാനത്ത് ഞാൻ എങ്ങനെ നടക്കുന്ന കാര്യമാണ്, ഞാൻ ഇനി എന്ത് പ്രസംഗിക്കും? പതുക്കെ പതുക്കെ എനിക്കൊരു ഡൈലമയായി, ഇത് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ആണ്ടർ ദി മീറ്റിംഗ് വന്നു. നവംബർ കഴിഞ്ഞു, ഡിസംബറായി. ആണ്ടർ ദി മീറ്റിങ്ങിന്റെ അവസാനത്തെ സെഷൻ. അപ്പം ആൾക്കാരെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ് സാക്ഷ്യം പറയാം, വേറെ പ്രസംഗമൊന്നുമില്ല. സാക്ഷ്യം പറയാൻ എന്തെങ്കിലും വാക്യം എടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റ്. അപ്പൊ എനിക്കൊരു ഇത്തിരി സമയം കൂടുതൽ. അപ്പൊ ഞാൻ അതൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നീ എനിക്ക് അവസാനം ഞാൻ ഇതാണ്, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണം. നിനക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഈ നിയമം കൊണ്ട് തന്നിട്ടങ്ങ് പോയേനെ, അനുസരിക്കലാന്ന് പറഞ്ഞ് മോശ ചെയ്ത പോലെ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ ചെന്നുണ്ടെന്നറിയോ? നിനക്ക് പറ്റിയില്ലാത്തതുകൊണ്ട്. നിനക്കിത് അനുസരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത്. അല്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കേണ്ട കാര്യം എന്തായിരുന്നു? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനുള്ള കാരണം നിന്റെ ജഡം ബലഹീനമായതുകൊണ്ട്. അതുകൊണ്ട് നിനക്കൊരു പകരക്കാരൻ, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത്. എന്നിട്ട് എൻ്റെ അത് നീ വിശ്വാസത്താൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ എൻ്റെ നീതി ഉണ്ടാവും, അല്ല നിന്റെ പ്രവൃത്തിയാൽ സാധിക്കത്തില്ല. അന്ന് ഞാൻ തുടങ്ങിയതാണ് ഈ പ്രസംഗം. അന്നാണ് ശരിക്കും എൻ്റെ ഉള്ളിൽ തട്ടി ഞാൻ പ്രസംഗിച്ചു തുടങ്ങുന്നത്. ഇന്ന് വരെ എനിക്ക് മനസ്സിലായ ഒരു പാഠം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യ രൂപത്തിലല്ല നമ്മൾ കാണേണ്ടത്. അവൻ്റെ മൊത്തം ജീവനെയാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന പുത്രത്വം, തേജസ്, നമ്മൾ നാളെ പ്രാപിക്കാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്, നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന പുതിയ ജീവൻ, ദൈവത്തോട് പിതാവേ എന്ന് ധൈര്യമായി വിളിക്കുന്ന മകന്റെ ജീവൻ, ക്രിസ്തു ജീവിക്കുമായിരുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ജീവൻ, വീട്ടിൽ ചെന്നിട്ട് എൻ്റെ സ്ഥാനം എവിടെ, എനിക്കെന്താ ഇവിടെ ഒരു ബഹുമാനം ഇല്ലാത്ത ചോദിക്കാത്ത ജീവൻ, മരിച്ചത്. ഈ ഒരു ലൈഫാണ് കർത്താവോടെ പ്രസന്റ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, എന്നെ നിനക്ക് ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ റിയലി എന്നെ സ്നേഹിക്കണമെങ്കിൽ, എൻ്റെ ജീവൻ വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, എൻ്റെ ജീവൻ നീ ആഗ്രഹിക്കത്തക്ക ബ്യൂട്ടിഫുൾ ആണെന്ന് നിനക്ക് തോന്നണമെങ്കിൽ എൻ്റെ പിതാവ് നിന്നെ ആകർഷിക്കണം. അതാണ് 65-ാം വാക്യത്തിൽ പറഞ്ഞത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ലൈഫ് ഒരിക്കലും എക്സൈറ്റിംഗ് അല്ല, ആരെ സംബന്ധിച്ചല്ല. ഇറ്റ്സ് എ നോർമൽ, വെരി നോർമൽ ലൈഫ്. വെരി നോർമൽ ലൈഫ് എന്ന് മാത്രമല്ല, ഒരിത്തിരി ബിലോ നോർമൽ ലൈഫും കൂടെ കർത്താവ് ജീവിച്ചിരുന്നത്. ഫോർ എ റബ്ബായ്, ഫോർ എ ഗുരു ഇൻ ജൂയിഷ് സിസ്റ്റം, യേശുക്രിസ്തു വളരെ വളരെ എന്താ പറയുന്നത്, ഒരു ബിലോ ലെവലിൽ ജീവിക്കാൻ സ്വയം തെരഞ്ഞെടുത്തു. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ മുൻപിലല്ല നടന്നുകൊണ്ടിരുന്നത്, കൂടെയാണ്, എപ്പോഴും കൂടെ നടന്നിട്ട്. കർത്താവ് ഒരിക്കലും ഒരു ലീഡർ കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവർ കൂട്ടം കൂടുമ്പം ഇവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുകയും അവരുടെ പാത്രം കഴുകി കൊടുക്കുകയും ഇങ്ങനെയുള്ള അവർക്ക് കൈ കഴുകാൻ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുകയും ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്തുകൊണ്ടിരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞെട്ടിയോ? ബൈബിൾ അങ്ങനെ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുകയല്ല, എവിടെ നിന്ന് ഈ പ്രസംഗിക്കുന്നത്? ബൈബിൾ അങ്ങനെ ഉണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞെന്നറിയോ? കർത്താവ് ഈ ശിഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിൽ ആരാ വലുതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തന്നെ പറ, മേശമേൽ ശുശ്രൂഷിക്കുന്നവനാണോ ആഹാരം ഭക്ഷിക്കാൻ ഇരിക്കുന്നവനാണോ വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെ അല്ലേ ഉണ്ടായിരുന്നത്? ഈ വാക്യം വായിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരാ വലുത്, ശിഷ്യന്മാരിയ്ക്കുക. യേശു ശുശ്രൂഷക്കാരനെ പോലെ ഇവർക്ക് വിളമ്പി കൊടുക്കുക. ആസ് എ സെർവൻറ്റ്, ദാറ്റ്സ് അവർ സെർവൻറ്റ് ലോഡ്. ആർക്ക് വേണം ഈ ലൈഫ്? ഇപ്പൊ ഉള്ളത് വിളമ്പി കൊടുക്കുന്നത് തന്നെ പാടായി വരുന്ന ഈ കാലത്ത്.
കർത്താവിൻ്റെ ആ ഒരു സെർവൻ്റ് ആരെ ആകർഷിക്കുമെന്ന് വിചാരിക്കും? വേണ്ട. ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയുന്ന കാര്യം സാധിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു, ഞാൻ കൊണ്ടുപോകാറില്ല വീട്ടിൽ, ഒന്നും മേടിച്ചുകൊണ്ട് പോകാം. ഞാൻ ഈ മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയത് ഗൾഫിൽ വന്നു തുടങ്ങിയ പിന്നെ. ഞാൻ 2018 ആദ്യമായിട്ട് ഗൾഫിൽ വരുന്നത്. 2018 നവംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അവിടുത്തെ പാസ്റ്ററും വിശ്വാസികളെല്ലാം കൂടെ ബലമായിട്ട് ഒരു ബാഗ് മേടിച്ച് തന്ന് അതിനകത്ത് കുറേ ചോക്ലേറ്റും അതും ഇതെല്ലാം വിട്ട് തന്നതാണ് എൻ്റെ. അല്ലെങ്കിൽ ഞാൻ ഒരു ബാഗ് മേടിക്കാറില്ല. ഇപ്പം ഇടയിൽ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ ഒരു ശീലമായി. ഇപ്പോൾ കുറച്ച് ചോക്ലേറ്റ് അതൊക്കെ മേടിച്ചു കൊണ്ടുപോകും, വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട്. പിള്ളേർ വലുതായി. ഓക്കെ, ഇനി അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, ഞാൻ പപ്പ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? അപ്പോൾ അവൻ ഉടനെ പറഞ്ഞു, പപ്പ ഒന്നും കൊണ്ടുവരേണ്ട, പപ്പ നേരെ ഇങ്ങ് വന്നാൽ മതി, പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. 2 ദിവസം ട്രെയിൻ യാത്രയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി ട്രെയിനിൽ. ആ സമയത്ത് ഇവൻ ഇങ്ങനെ പറയുമായിരുന്നെങ്കിലോ, പപ്പ ഇപ്പോൾ ഉടനെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴേലും വാ, പപ്പയുടെ ഇഷ്ടം പോലെ എപ്പോഴേലും വാ, എനിക്ക് തരാനുള്ള എല്ലാം കൊറിയറിൽ അയച്ചു തന്നേരെ എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ടായിരുന്നു. ഹൃദയം തകർന്നു പോയനല്ലേ? അപ്പോൾ ഈ ദൈവത്തിന്റെ ഹൃദയം എന്തോരം നമ്മൾ തകർക്കുന്നുണ്ടെന്നറിയോ? തരാനുള്ളത് പിടിച്ചു മേടിക്കുന്നില്ല. കർത്താവ് വരണം നമുക്ക് ഒരാഗ്രഹമില്ല. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് കർത്താവ് ഇപ്പോൾ വരണമെന്ന്? നിങ്ങളെങ്ങനെ ആഗ്രഹിക്കും? കർത്താവെ നിന്റെ അടുത്തേക്ക് വരാൻ, നീ എൻ്റെ അടുത്ത് വരാൻ, എന്തായാലും കുഴപ്പമില്ല, വിട്ടുപിരിഞ്ഞ് നിന്റെ കൂടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണ് കർത്താവ് ആഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും നാച്ചുറൽ ഒരു പ്രാണഭയമുണ്ട്. ഞാൻ ചുമക്കുന്ന കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് എന്തായാലും സൂമിലൂടെ എന്തായാലും പകരില്ല. തന്നെയുമല്ല ഇത് ഒരു അലർജി കഫാണ്. ഓക്കെ, ഡോൺ വറി അബൌട്ട് ദാറ്റ്. ഞാനിത് പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പേടിയായി ഇപ്പം, മനുഷ്യർക്ക് മൊത്തം പേടിയാണ്. അറിയാതെ എങ്ങാനും പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്ത് പോകുന്നൊരു പേടി നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച രാവിലെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ നേരത്തെ ചില അമ്മമ്മമാരും അമ്മച്ചിമാരും ഇപ്പം എല്ലാവരും ഇപ്പം പുരുഷ സഹോദരന്മാരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മുഴുവൻ അനേകം ആളുകൾ നിദ്ര പ്രാപിച്ചു, ചത്തുപോയിന്ന് നമ്മുടെ ഭാഷ. അനേകരും ആശുപത്രി കിടക്കയിൽ ഞെരങ്ങിയും മൂടിയും കിടക്കുന്നു. എന്നെ മാത്രം മാത്രം എന്ന് പറയാം, അത്ര അഹങ്കാരമില്ല. എന്നെ ജീവനുള്ളവരുടെ ദേശമായ ദുബായിൽ ശേഷിപ്പിച്ചതിന് സ്തോത്രം. നിങ്ങൾ അറിയാതെ പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കരുത്, എൻ്റെ കർത്താവേ. നിങ്ങൾ എന്താ ഇത്തിട്ട് പ്രാർത്ഥിച്ചെന്നറിയോ? കർത്താവെ ഈ കഴിഞ്ഞ ഒരാഴ്ചയൊന്നും നീ എന്നെ നിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാതെ എന്നെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയുണ്ട്. ദാറ്റ്സ് എ വെരി ഒഫെൻസീവ് പ്രെയർ. ദൈവത്തെ ഒഫൻഡ് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ അത് ആദ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വന്നു, എൻ്റെ കർത്താവെ ഇത് പോകാൻ നമുക്ക് പറ്റുന്നില്ല, പേടിയാണ്. എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മരണ ഭയമുണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. പൗലോസ് പല പ്രാവശ്യം മരണഭയത്തിൽ, പ്രാണഭയത്തിലായില്ലേ? ആയി. അവിടെ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ശക്തിക്കപ്പുറത്തുള്ള പരിശോധനകൾ. അപ്പൊ പ്രാണഭയത്തിലാവും, അത് വേറെ കാര്യം. ഓക്കെ, തക്ക സമയത്ത് പ്രാണഭയത്തിലാവും. പക്ഷെ എന്നാലും ഇങ്ങനെ സ്തോത്രം ചെയ്യാവോ? കർത്താവ് എന്നെ മാത്രം, ജീവനുള്ളവരുടെ ദേശത്ത്. ഏതാ ജീവനുള്ളവരുടെ ദേശം? ദുബായിയാ അല്ലെങ്കിൽ എറണാകുളമാ? അപ്പൊ ശരിക്കും കർത്താവിനെ നമുക്ക് ഇഷ്ടമാട്ടോ, സ്നേഹമില്ല. ഇത് രണ്ടാ, ഇഷ്ടവും സ്നേഹവും. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകും, ഭാര്യയും ഭർത്താവും ആയില്ല, അവൻ പോവാ, അവരിങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇരിക്കുക. അപ്പം ഭർത്താവും ഭാര്യയും അല്ലെ ഇവര് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന സമയമെന്ന് വെച്ചാൽ തീരുമാനിക്കുക. അപ്പം ഈ പയ്യൻ പെണ്ണോട് പറയുക, നമ്മളിങ്ങനെ ഈ പ്രണയിച്ച് നടക്കുന്നത് ശരിയല്ല. കാരണം വിവാഹത്തിൽ പരസ്പരം ഏൽപ്പിക്കപ്പെടുന്നവരെ എനിക്ക് നിന്റെ മനസ്സിന്മേലോ ശരീരത്തിന്മേലോ യാതൊരു അധികാരമില്ല. പരസ്പരം ഏൽപ്പിക്കപ്പെടുന്നവരെ ഐ ഡോണ്ട് ഹാവ് എനി റൈറ്റ് ഓൺ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ലൈൻ അടിച്ച് പോകുന്നത് ശരിയായ കാര്യമല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിച്ചത്. അപ്പൊ ഇവിടെ പറയാം, ഞാൻ പറഞ്ഞതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഈ എന്താ മെസ്സേജ്?
നമ്മൾ ഓരോരോ ചുറ്റിനകത്ത് പോയി ചുറ്റുന്നത് അതിനുള്ള അപകടമാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, നമ്മുടെ ഡിവോഷൻ മാറിപ്പോകുന്നു. ഓക്കെ, അപ്പൊ ഈ പയ്യൻ പറയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ആലോചിച്ച് കല്യാണം ഉറപ്പിച്ച് നമുക്ക് നടത്തി. എൻ്റെ അപ്പൻ വീട്ടുകാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, സോ വി വിൽ ഹാവ് എ മാരേജ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഇവിടെ പറയുവാണ്, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനമ്മയും പറയുന്നത് കേട്ട് നിങ്ങൾ പറയുന്നത് കേട്ടൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്യാം, പിന്നെ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു തരാം, പിന്നെ നമുക്ക് ആരും കാണാതെ സൂത്രത്തിൽ പോയി ഐസ്ക്രീം പാർലറിൽ പോയി ഓരോ ഐസ്ക്രീം കഴിക്കാം, ഇത്രയൊക്കെ മതി. അല്ലാതെ നിങ്ങളുടെ കൂടെ ഒന്ന് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയുള്ള സ്വഭാവമായിരിക്കും? അതെങ്ങനെയുണ്ടാവും? നമ്മൾ എക്സാക്ട്ലി അത് തന്നെയല്ലേ കർത്താവായ യേശുമിശിഹായോട് പറയുന്നത്. എന്താ പറയുന്നത് നമ്മുടെ മണവാളനോട്? നിന്റെ അടുത്തേക്കൊന്നും ഞാനിപ്പോ വരുന്നില്ല, നിന്റെ വഴിയൊന്നും എനിക്ക് വരാൻ പറ്റില്ല. അവിടെ എന്താ ഉള്ളേ? പക്ഷേ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞോളാം, ഒറ്റയ്ക്ക് വാങ്ങിച്ചാൽ അത്രയും ഇഷ്ടപ്പെടാം. ഓക്കെ, ഇപ്പൊ പത്രോസ് ഇതുപോലെ തീരുമാനം എടുത്ത് നന്നാകാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു പത്രോസ്. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പത്രോസിന്റെ തീരുമാനങ്ങൾ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഈ യോഹന്നാന്റെ പുസ്തകം നമ്മൾ എത്ര വായിച്ചാലുണ്ടല്ലോ, ഇറ്റ്സ് ടു ഡീപ്, ലൈക്ക് ദ ബുക്ക് ഓഫ് റോമൻസ്, ലൈക്ക് ദ ബുക്ക് ഓഫ് ഹീബ്രൂസ്. കാരണം ആ പത്യോപദേശത്തിന്റെ ആ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് കാണാം. ഇപ്പം തീരുമാനം എടുത്ത് നന്നാകാൻ ശ്രമിച്ച ഒരാളാണ് ആര്? പത്രോസ്. പത്രോസ് തീരുമാനം എടുക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലല്ല നമ്മൾ വായിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളത് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ഇത് കൂടുതൽ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പത്രോസിനോട് യേശു പറയാണ്, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു, ഞാനൊന്ന് നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നിനക്കായി അപേക്ഷിച്ചു. ഇപ്പൊ പത്രോസിന് വിഷമം തോന്നി. പത്രോസ്, എന്റെ കർത്താവെ, നീ പറയുന്നത് കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നീ എന്തിനാ എന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നീ മരിക്കുവാണെങ്കിൽ മരിക്കാനും, നീ തടവിലെങ്ങാനുമായി പോയ തടവിലാകാനും റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. എന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. നീ എന്താ വിചാരിച്ചു എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലെന്നോ, സ്നേഹമില്ലെന്നോ? ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ആളാ, എന്താ നിനക്കത് മനസ്സിലാകാത്തെ? കർത്താവ് പറഞ്ഞു, മോനെ, ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷെ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടേ ഈ നാളെ സൂര്യൻ ഉദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കോഴി കൂവിയാലേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. അപ്പൊ നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. അപ്പോൾ പത്രോസ് മനസ്സിൽ വിചാരിച്ച, ഊവ, തള്ളി പറയും, മരിക്കാൻ നടക്കുന്ന ഞാനാ എന്റെ കർത്താവിനെ തള്ളി പറയുന്നത്. ഞാൻ തീരുമാനം എടുത്ത അല്ലാതെ ഞാൻ ഇനി മരിക്കൂല കേട്ടോ, ഇനി
ഒരു പട്ടാളക്കാരൻ കുന്തമായിട്ട് വന്നിട്ട് അവനെ കഴുത്തിന് നേരെ കുത്തിപ്പിടിച്ചിട്ട്, നിനക്കറിയാമോടാ യേശുവിനെ, ഇതാരാ നിന്നെ ചോദിച്ചായിരുന്നെങ്കിൽ അവൻ തള്ളി പറഞ്ഞായിരുന്നു, ഒക്കെ പേടിച്ചു പോയിട്ട് ആത്മാവില്ലാഞ്ഞുണ്ടെന്ന് വിചാരിക്കാൻ. പക്ഷെ അങ്ങനൊന്നും അല്ല. ഒരു പെൺകുട്ടി വന്നവനോട് നീ ആ ഗലീലക്കാരന്റെ കൂടെ ഉള്ളതല്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവൻ പറയാം, ഏത് ഗലീലക്കാരൻ? അവിടെ എഴുതിയിരിക്കുന്നത് അവൻ പ്രാകുവാനും ആണയിടാനും തുടങ്ങിയില്ല. പ്രാഗി, ഒരു ഗലീലക്കാരൻ വന്ന് എന്റെ ജീവൻ അപകടത്തില. ഏത് ഗലീലക്കാരൻ? എനിക്കെങ്ങനെ അറിയാമല്ലേ? എന്നാലോചിക്കേ, അതൊരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പില്. അപ്പൊ അത്രയും ബലമേ അവനുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു ഗമ? അപ്പൊ കർത്താവ് അവനെ ഒരു നോട്ടം നോക്കി. പക്ഷെ ആ ഒരു നോട്ടം ഒരു ഭയങ്കര നോട്ടം. അതുകൊണ്ടാണ് പത്രോസ് ഉണ്ടായത്. അല്ലെ പത്രോസ് തീർന്നേനെ. ജഡത്തിൽ ആശ്രയിച്ച മുമ്പോട്ട് പോയിരുന്നെങ്കിട്ടല്ലോ അവൻ ഒരിക്കലും മനസ്സിലാക്കിയായിരുന്നു അവനൊരു ഫെയിലിയർ ആണ്, സീറോ ആണ് എന്ന് അവന് മനസ്സിലാകത്തില്ലായിരുന്നു. കർത്താവ് ഒരൊറ്റ നോട്ടം നോക്കി പത്രോസിന് മനസ്സിലായി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ല. കരഞ്ഞു. അയ്യോ ഞാൻ വിചാരിച്ചാലും ഈ മാങ്ങേണ്ടി തീരത്തില്ല, ഇത് ഞാൻ കടിച്ചാൽ ഇത് പൊട്ടില്ല. വളരെയധികം വിഷമിച്ചു. പിന്നെ അവനെ കർത്താവ് കാണുന്നുണ്ട് ഗന്നസരത്ത് തടാകത്തിന് മുമ്പിൽ. യോഹന്നാൻ 21 നമ്മൾ അങ്ങോട്ട് വരും, ദൈവം അനുവദിച്ചാൽ. കാരണം നമുക്ക് എത്ര സമയമുണ്ട്. എന്തായാലും ഇന്നത്തെ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഉള്ളി അബൌട്ട് ലൈഫ്. നമ്മൾ അവിടെ വരെ എത്തിയാലും എത്തിയില്ലെങ്കിലും ഞാനത് പറയാം. കർത്താവ് യോഹന്നാനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി നയിക്കുന്നു. വാക്യം യോഹന്നാന്റെ സുവിശേഷം 21-15. ഈ ഒരു വാക്യത്തിന് എൻ്റെ ജീവിതത്തിൽ വലിയ സ്നേഹമുണ്ട്. കാരണം 2010 ഞാൻ ഈ വാക്യമാണ് കർത്താവ് എനിക്ക് സുവിശേഷത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തന്നത്. എൻ്റെ ആടുകളെ മേയ്ക്കുക. ഞാനതൊരു അശരീരിയായിട്ട്, എനിക്ക് യോഹന്നാന്റെ 21-15 എന്താണെന്ന് എനിക്കറിയില്ല. യോഹന്നാന്റെ 21-15 എന്നുള്ള ശബ്ദം കേട്ടിട്ടാണ് ഞാൻ തുറക്കുന്നത്. എഴുതിയിരിക്കുക, നീ ഇവയിലെല്ലാം അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാകാതിരുന്നൊരു കാര്യം ഇതായിരുന്നു. പത്രോസിനോട് കർത്താവ് എന്താ ചോദിക്കുന്നത്? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസിന്റെ ഉത്തരം എന്താ? സ്നേഹിക്കുന്നു എന്നാണോ അല്ല എന്നാണോ? എന്നാണോ ഇല്ലെന്നാണോ എഴുതിയേക്കുന്നത്? അവിടെ എഴുതിയേക്കുന്ന കർത്താവെന്ന്. പക്ഷെ ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാം, അത് ശരിക്കും ഒരു ആയിരുന്നോ അതോ ഇല്ല ആയിരുന്നോ? ഞാൻ ഒന്ന് ഇത്തിരി പുറകോട്ടൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമുക്കെല്ലാം യേശുവിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ യേശു നല്ല ആളാണ്, പാവമാണ്, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആളാണ്, പിന്നെ എന്ത് ചോദിച്ചാലും പിതാവിൻ്റെ അടുത്ത് പോയി വാങ്ങിച്ചു തരുന്ന ആളാണ്, ഒത്തിരി ക്ഷമയും സ്നേഹവും കരുണയുള്ള ആളാണ്, ആരും ഉപദ്രവിക്കാത്ത ആളാണ്. ഇപ്പൊ അങ്ങനെയാണ്, പിന്നെ ചിലപ്പോൾ മനായവിധി. പക്ഷെ ഇപ്പോഴത്തെ കാര്യം അല്ല മതിയല്ലോ. അപ്പൊ എനിക്ക് യേശു ക്രിസ്തു വളരെ, ഐ ലൈക്ക് ഹിം വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടം. അപ്പൊ അതേ ഉള്ളൂ, സ്നേഹമില്ല. പത്രോസിന്റെ എന്താ കർത്താവ് ചോദിക്കുന്നെങ്കിൽ, നീ ഇവയിലധികം എന്നെ സ്നേഹിക്കുന്നു? ചോദ്യം. ഉത്തരം എന്താ? കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമാണ്. അങ്ങനെയാണോ? ചോദിച്ചതെന്നറിയോ? സ്നേഹമുണ്ടോ? ഉത്തരം എന്താ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ അതൊരു ട്രാൻസ്ലേഷൻ, മലയാളികൾ എഴുതിയപ്പോൾ ഒന്ന് പ്രിയം ഒന്ന് സ്നേഹം എന്നാക്കിയത്. അല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല. റിയലി ഗ്രീക്കിലും 2 വാക്കാണ്. യേശുക്രിസ്തു ചോദിക്കുന്നത്, നിനക്ക് എന്നോട് അകപ്പേ ഉണ്ടോന്നാ. അതാണ് സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം. ഉത്തരം എന്താണെന്നറിയോ? ഫീലയോ ഉണ്ടെന്ന്. എന്ന് പറയുന്നത് സഹോദര പ്രീതി. സ്നേഹം എന്നുള്ള വാക്ക് പത്രോസ് ഉപയോഗിക്കുന്നതേയില്ല. അവനന്ന് വീണുപോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്നേഹിക്കുന്നു പറഞ്ഞു പോയനെ. പക്ഷെ അവന് സ്നേഹം ഇല്ല എന്നുള്ള കാര്യം പത്രോസിന് മനസ്സിലായി. രണ്ടാമത് കർത്താവിനോട് പിന്നെ ചോദിക്കുക. ഇത് ഗ്രീക്കിൽ എങ്ങനെ അകപ്പേ ഫീലയോ? തമിഴിൽ എങ്ങനെയാണെന്നറിയോ? അൻപായിരിക്കാർ എന്ന് ചോദിക്കുന്നു, നേശിக்கிறേൻ എന്നുത്തരം. ഹിന്ദിയിൽ എങ്ങനെയാണെന്നറിയോ? പ്രേം രക്തേ ഹോ എന്ന് ചോദിക്കുന്നു, പ്രിയ ഹേ, മലയാളം പോലെ തന്നെ പ്രിയ ഹേ എന്നുത്തരം പറയുന്നു. 2 വാക്ക്.
എല്ലാ ഭാഷയിലും. പിന്നെ ഇംഗ്ലീഷുകാർക്ക് പിന്നെ എല്ലാം ലവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് ഇംഗ്ലീഷുകാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാക്കിനും ലവ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ശരിക്കും അത് ബ്രദർലി അഫെക്ഷൻ എന്നാണ് രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇതേ വാക്ക് ബ്രദർലി അഫെക്ഷന് 2 പത്രോസിൽ സഹോദര പ്രീതി എന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ സഹോദര പ്രീതി പോലും അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഷ്ടമാണ്. ഐ ലൈക്ക് യു വെരി മച്ച്. ലൈക്ക് യു എന്ന് പറഞ്ഞാൽ ഐ അപ്രീഷിയേറ്റ് യു. യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ആരാളെ? ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അപ്രീസിയേഷൻ. യേശുവിനെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ സ്നേഹം, കർത്താവ് രണ്ടാമത് ചോദിക്കുക, നീ ഇവയിലധികമായി എന്നുള്ള വിട്ടു കേട്ടോ, ഗ്രേഡ് ഇത്തിരി കുറച്ചു. യോഹന്നാന്റെ മകനായ ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു. ഈ ഉടനെ അവൻ പറയുക, കർത്താവേ എനിക്ക് നിന്നോട് ഭയങ്കര പ്രിയമാണ്. സ്നേഹം എന്ന് അവിടെ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണോ അവിടുത്തെ അർത്ഥം? ഇങ്ങനെ തന്നെയാണ് അവിടുത്തെ അർത്ഥം. കാരണം യോഹന്നാൻ 15:12 നമ്മളത് കാണും. അതെന്തായാലും കാണും. യോഹന്നാൻ 15:12 കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതെന്തെന്നറിയോ? ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ സ്നേഹിക്കണം നിങ്ങളും. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാണ്, അത് എങ്ങനെയാന്ന് ഞാൻ പറയാം. സ്നേഹിതന്മാർക്ക് വേണ്ടി 13 വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കും ഇല്ല. അത്ര നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പത്രോസ് തീരുമാനിച്ചാൽ യേശുവിന് വേണ്ടി അങ്ങ് ജീവൻ കൊടുക്കാം. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, യേശുവിന് വേണ്ടി പോയി തളവി കിടക്കാം. പക്ഷെ തീരുമാനം എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ നടപ്പാന്ന് ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഓക്കെ, അപ്പം പത്രോസ് മൂന്നാമത് കർത്താവ് എന്താ ചോദിക്കുന്നേക്ക്? മൂന്നാമത് നിങ്ങളുടെ ബൈബിൾ ഉണ്ടോ? ഈ ഷെയർ ചെയ്യാന്നേക്കാൾ നല്ലത് ബൈബിൾ കൈയെടുത്ത് വായിക്കുന്നതെന്ന് കഴിഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞു. ശരിയത്, ഈ ഷെയർ കഴിഞ്ഞ പിന്നെ ആൾക്കാർ ബൈബിൾ കൊണ്ടുവന്ന് തന്നെ വേണ്ടെന്ന് നൽകും. നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് മറിച്ച് നോക്കി. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ മൂന്നാമത് എന്താ ചോദിച്ച കർത്താവ്? മൂന്നാമത് അവനോട് അകപ്പ ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, സ്നേഹം ഉണ്ടോ ചോദിക്കുന്നില്ല. അതില്ലെന്ന് മനസ്സിലായി. കർത്താവ് നേരത്തെ അറിയാറുണ്ട്. നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ മൂന്നാമത് കർത്താവ് അങ്ങനെ ചോദിച്ചപ്പോ പത്രോസ് കരഞ്ഞു. വിഷമം, ഭയങ്കര വിഷമം. കാരണം സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞത് കഷ്ടിച്ച. അപ്പൊ കർത്താവിനെ ഡിഫറൻസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ പത്രോസ്? ഇഷ്ടമുണ്ടോ നിനക്ക് എന്നോട്? പത്രോസ് കരഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവെ നിനക്കറിയാം, നീ അറിയുന്നു എനിക്ക് നിന്നോട് ഭയങ്കര പ്രിയമുണ്ടെന്ന് നിനക്കറിയാം. അപ്പൊ സ്നേഹം എന്ന് പറയണമെങ്കിൽ മരിക്കാൻ തയ്യാറാണ്. അതാണ് പത്രോസ് ആദ്യം പറഞ്ഞത്. നീ മരിക്കുവാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ മരിക്കും, നീ ജയിലിൽ പോവാണെങ്കിൽ നിന്റെ കൂടെ ജയിലിൽ പോകും. അത് സ്നേഹം, അകപ്പയാണ്. അകപ്പയ്ക്കകത്ത് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി മരിക്കാം. അകപ്പേ അത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും മരിക്കാം. അങ്ങനെ വേറൊരാൾക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്നേഹത്തെയാണ് അകപ്പേ എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ആടിനെ പാലിക്കാൻ ഇവനെ വിട്ടാൽ ഇവൻ ചെന്നായി വരുമ്പോൾ ഓടും. കാരണം ഇവന് ജീവൻ വെച്ചു കൊടുക്കാനുള്ള സ്നേഹമായിട്ടില്ല. അപ്പൊ കർത്താവ് ഇവനോട്, അപ്പം പാസ്റ്റർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന യേശു ക്രിസ്തുവിന്റെ പോലെ അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മരണം വരെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സഭയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷകൻ അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരാളായിരിക്കണം എന്നാണ്. അങ്ങനെയാണ് എൻ്റെ ആടുകളെ മേയ്ക്കാനാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് അവസാനം കരഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പൊ അവിടെയും ബ്രോക്കൺ ആയില്ലേ? പത്രോസ് എത്ര പ്രാവശ്യം കരഞ്ഞു, ദുഃഖിച്ചു അല്ലെ? ഈ ഒരു വിഷയത്തിൽ തന്നെ പത്രോസ് ഇപ്പൊ രണ്ടാമത്തെ ദുഃഖം. അപ്പൊ കർത്താവ് അവനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ യൗവനക്കാരനായിരുന്നു, നീ തന്നെ അരക്കിട്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നടന്നു. എന്നാൽ പ്രായമായ ശേഷമോ വേറൊരുത്തൻ വന്ന് നിന്റെ അരക്ക് കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്നാൽ എൻ്റെ താഴെ പറഞ്ഞെന്നറിയോ? അവൻ ഈ വണ്ണം അവനെ മരണത്താൽ മഹത്വപ്പെടുത്തുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ നിനക്ക് എനിക്ക് വേണ്ടി മരിക്കാനൊന്നും പറ്റത്തില്ല, ശരിയാണ്. പക്ഷേ നീ ഒരു ദിവസം എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവും. അന്ന് നീ തന്നെ അരകെട്ടുന്ന ഒരു കാലമായിരിക്കില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കെല്ലാം നിനക്ക് നടക്കാൻ പറ്റുന്ന, നിന്റെ ജഡത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കി നീ ആത്മാവിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു കാലത്ത് നിന്റെ ഉള്ളില് സ്നേഹമെന്ന ആത്മാവിന്റെ ഫലം ഉണ്ടാവും. അന്ന് നീ മരിച്ച് ആ സ്നേഹത്തെ വെളിപ്പെടുത്തും. അന്ന് മരണം കൊണ്ട് നീ ദൈവത്തിന് ഒരു ആരാധന കഴിക്കും. ഇന്നത്തെ പോലെ നീ ഓടില്ല, തള്ളിപ്പറയില്ല. കാരണം നിന്റെ ഫ്ലഷിന് സാധിക്കില്ല.
എന്നാൽ കർത്താവിന് അത് സാധിക്കും. അപ്പൊ കർത്താവിനാൽ സാധിക്കുന്ന ഒരു ജീവനിലേക്കാണ്, ഫ്ലഷ് കൊണ്ട് നടക്കാത്ത ഒരു ജീവനിലേക്കാണ്, യേശുവിന്റെ സ്വഭാവത്തിലേക്ക്, അവൻ നിൽക്കുന്ന ആ പൊസിഷനിലേക്കാണ് കർത്താവ് നമ്മളെ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ കർത്താവ് നിൽക്കുന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്, അവൻ സംസാരിക്കുന്നതിലേക്ക്, അവൻ പെരുമാറുന്നതിലേക്ക് എത്തുന്നതിന് നമ്മൾ സങ്കല്പിച്ചെടുത്താൽ പോരാ, അതിന് അതിഭയങ്കരമായ റിസോഴ്സസ് നമുക്ക് വേണം. റിസോഴ്സസ് വേണം. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയല്ലേ, എന്റെ പാസ്റ്ററെ, ആ മനുഷ്യനോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പാസ്റ്ററെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല, വേറെ ആരായാലും കുഴപ്പമില്ല, അവൻ എന്നെ കൊണ്ട് പറ്റില്ല, അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ ജീവനാണ് നിങ്ങളുള്ളതെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താ കാര്യം അറിയാം? എന്തുകൊണ്ടാ? അങ്ങനെ ഒരുത്തിനെ സ്നേഹിക്കാനുള്ള റിസോഴ്സും കൂടെ കർത്താവിന്റെ ഈ ജീവനിലുണ്ട്. യൂദായ കർത്താവ് എങ്ങനെ സ്നേഹിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര സ്നേഹമായിരുന്നു യൂദായെ സ്നേഹിച്ചത്. എനിക്ക് യൂദായ കർത്താവ് സ്നേഹിച്ചത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാനായിരുന്നു കർത്താവിന്റെ സ്ഥാനത്ത്, എന്റെ കൂടെ ഒരു യൂദ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ, കർത്താവ് എന്നെ നേരത്തെ അറിയായിരുന്നു യൂദ ഒരു കള്ളനായിരുന്നു അല്ലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തേ, കർത്താവിനൊന്നും മറിഞ്ഞിരിക്കുന്നില്ല. അപ്പൊ യൂദ ഈ ഒരു പ്രവചനം നിറവേറാൻ ആവശ്യമായിരുന്നു. അല്ല, കർത്താവിന്റെ അബദ്ധം പറ്റിയതല്ല കേട്ടോ യൂദ. കർത്താവ് അങ്ങനെ അബദ്ധമൊന്നും പറ്റാറില്ല. ഹീസ് പെർഫെക്റ്റ്, ഹീസ് ഓംനീഷ്യന്റ്. അവൻ ഒരിക്കലും റിപ്പൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകുന്നില്ല. റിഗ്രറ്റ് എന്ന് പറയുന്ന കർത്താവിന്റെ ദുഃഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അനുതാപം പാപമാണ്, ദുഃഖമാണ്. അനുതാപം മനുഷ്യനെ സൃഷ്ടിച്ചതിലെ ദുഃഖം, അതൊരു വേദനയാണ്. അല്ലാതെ ഒരിക്കലും അത് എന്താ പറയുക, റിപ്പൻറ്റ് ചെയ്യുമല്ല, അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നുള്ള രീതിയിലല്ല. God never repents. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ആ റിസോഴ്സസ്, സമൃദ്ധിയായ ജീവൻ, അതാണ് ഈ സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. ഈ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങളുടെ ഉണ്ട്. ഈ സമൃദ്ധിയായ ജീവൻ കർത്താവിന്റെ ഫുൾ റിസോഴ്സസിലുള്ള ജീവനാണ്. അപ്പൊ യൂദായെ കർത്താവ് സ്നേഹിച്ച പോലെ, ഞാൻ ചിലരോട് പറയും, ചിലർ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തു യൂദായെ എങ്ങനെയാണ് സ്നേഹിച്ചത്? അവൻ കള്ളനായിരുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു. പക്ഷെ അത് അറിഞ്ഞില്ല. എപ്പ പൈസയില്ല, ഇത് മുഴുവൻ ഇവൻ അടിച്ചു മാറ്റുന്നു. അത് കർത്താവിന് അറിയാമായിരുന്നു. എന്നിട്ട് അവന്റെ തന്നെ പിടിച്ചു കൊടുത്തു മാത്രമല്ല, ഒരു ശിഷ്യനോടും പറഞ്ഞില്ല അവൻ പ്രശ്നക്കാരനാട്ടോ, ഒന്ന് സൂക്ഷിച്ചു. നമ്മളാണ് പറയുന്നത്, ഞാൻ സ്നേഹം കൊണ്ട് പറയുവാ, ആരോടും പറയരുത് കേട്ടോ, അവൻ ആള് പൈസ അടിച്ചു മാറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പറഞ്ഞേ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. അത് മാത്രമല്ല, ഈ അവസാന മോമെന്റ് വരെ ഉദയെ പ്രൊട്ടക്ട് ചെയ്യും. അവസാനം കർത്താവ് അപ്പക്കണ്ടം മുക്കി അവന്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് ഉള്ളിൽ. അപ്പം നമ്മൾ ചോദിക്കും, കർത്താവിന് അത്ര സ്നേഹമാണെങ്കിൽ അപ്പക്കണ്ടം കൊടുക്കാതിരുന്നാ പോലെ അല്ലേ? കർത്താവ് എന്തിനാ അപ്പക്കണ്ടം മുക്കി കൊടുത്തത്? ഈ യഹൂദന്മാരുടെ ആചാരപ്രകാരം വായില് ഒരു യജമാനൻ വായില് ആഹാരം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തെ കാണിക്കുന്നത്. അപ്പൊ കർത്താവ് കൊണ്ട് പറയാ, നീ ഒരു വഞ്ചകനാണ്, ചതിയനാണെന്ന് എനിക്കറിയാം, ഞാൻ ഒറ്റക്കൊടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. മോനെ, ഇന്ന അപ്പം പാനപാത്രത്തിൽ നോക്കി അവന്റെ വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അവന്റെ മനസ്സെന്താ പറയുന്നറിയാം? എനിക്ക് വേണ്ടടാ നിന്റെ അപ്പം, ഞാൻ നിന്നെ ഇന്ന് ഒറ്റക്കൊടുക്കും. അത് പറയണമെങ്കിൽ പിശാച് വേണം. അത്ര വലിയ ദൈവസ്നേഹത്തെ നിഷേധിച്ചപ്പോഴാണ് അവൻ്റെ ഉള്ളിൽ പിശാച് കയറിയത്. ക്രൈസ്റ്റ് വാസ് ഗിവിങ് ഹിംസെൽഫ് ടു ജൂഡാസ് ആൻഡ് ഓൾ. അപ്പൊ ലോകത്തിന്റെ റിബല്യൻ, കർത്താവിനുള്ള റിബല്യൻ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. പക്ഷെ കർത്താവ് യൂദാസിനെ വിളമ്പി കൊടുത്തു, അവനെ സ്നേഹിച്ചു, അവനെ കൊണ്ടു നടന്നു. അവന്റെ പാവങ്ങൾ അവനോട് നേരിട്ട് ഡീൽ ചെയ്ത് കാണുമായിരിക്കും, പക്ഷെ രണ്ടാമതൊരാളോട് പറഞ്ഞില്ല. ഹി പ്രൊട്ടക്റ്റഡ് ഹിസ് ഓണർ, ഫോർഗേവ് ഹിം. അപ്പൊ നമുക്ക് അത്രയും റിസോഴ്സ് ഉള്ള,
അത്ര സ്നേഹമുള്ള കർത്താവാണ്. ഇപ്പൊ യൂദായെ സ്നേഹിച്ചതാണോ കാര്യം? അതിനേക്കാളും ഭയങ്കരമല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലേ? യൂദായുടെ കുറച്ച് കുഴപ്പങ്ങളല്ലേ നമുക്ക് അറിയത്തുള്ളൂ, നമുക്ക് മുഴുവൻ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് നമ്മളെ എത്രയോ കർത്താവ് സ്നേഹിക്കുന്നുണ്ടല്ലേ? സ്നേഹിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കി. നമ്മൾ ഇന്നും, ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്ന ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് വാഗ്ദത്വം ആയതുകൊണ്ട് ഉറപ്പാ. ഈ വാഗ്ദത്വം, കർത്താവിന്റെ വാഗ്ദത്തങ്ങളെല്ലാം പ്രത്യേകത ആണയാൽ ഉറപ്പിക്കപ്പെട്ടതാണ്. നമുക്ക് ഉള്ള വാഗ്ദത്വം ആണയാൽ ഉറപ്പിക്കപ്പെട്ട, അതാണ് ആകെയുള്ള ആശ്വാസം. അല്ലാതെ നമ്മളെ നോക്കിയാൽ ഈ കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ മാത്രം ഒന്നുമില്ല. അപ്പൊ ഈ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ടൊരു ചോദ്യം, ഉത്തരം പറയണ്ട. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാരാ? സിമ്പിൾ ചോദ്യമല്ലേ? യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാരാ? സിമ്പിൾ അല്ലേ? ആരാ? യോഹന്നാനല്ല. സിമ്പിൾ അല്ലേ? ഞാനും അല്ല. അല്ല, സോറി, നമ്മൾ ആരുടെ കാര്യം പറഞ്ഞിട്ടിരുന്നേ? യൂദായും അല്ല, പത്രോസും അല്ല, യാക്കോബും അല്ല, അന്ത്രയോസും അല്ല. ഞാൻ ഉത്തരം അറിയാതെ പറഞ്ഞു പോയിരുന്നു. ഞാനാ. കാരണം യോഹന്നാനെയാണ് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് ഏത് സുവിശേഷത്തിൽ എഴുതിയേക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാനാണ് എഴുതി വെച്ചേക്കുന്നത്. മത്തായി എഴുതിയോ ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു, പക്ഷെ യേശുവിന് യോഹന്നാനായിരുന്നു ഏറ്റവും ഇഷ്ടം? എഴുതിയില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞോ യോഹന്നാനെന്ന് ജീവിച്ചിരിപ്പുണ്ട്, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് യോഹന്നാൻ എന്ന് പറഞ്ഞ ശിഷ്യൻ? അങ്ങനെ പറഞ്ഞില്ല. ആർക്കും സ്നേഹം കുറച്ചൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ യോഹന്നാനും കൂടുതൽ തോന്നി. നമുക്കാണെങ്കിൽ നേരെ തിരിച്ചു തോന്നുള്ളൂ. എല്ലാവരോടും ഭയങ്കര സ്നേഹം, എന്നോടൊരു സ്നേഹമില്ല. അങ്ങനെയല്ല നിങ്ങൾ പലപ്പോഴും പേരൻസിനൊക്കെ പറയുന്നത്. പക്ഷേ യോഹന്നാൻ ഒത്തിരി കൂടുതൽ അനുഭവിച്ചു. ഇപ്പൊ ഞാൻ കുറെ ആലോചിച്ചു, ഈ യേശു ക്രിസ്തു അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കും? 12 ശിഷ്യന്മാരെടുത്തിട്ട് ഒരാളെ കൂടുതൽ സ്നേഹിക്കും, ബാക്കിയുള്ളവരെ സ്നേഹിക്കാതെ? ഓ, അങ്ങനെ ചെയ്യുമോ കർത്താവ്? പിന്നെ എനിക്ക് മനസ്സിലായത് യോഹന്നാൻ അങ്ങനെ തോന്നി എന്തുകൊണ്ടാണ്. യോഹന്നാൻ യേശുവിന്റെ ശിഷ്യനായിട്ട് വരുമ്പം വളരെ യങ്ങായിരുന്നു. കർത്താവിനെ നെഞ്ചോട് ചേർത്തിരുത്തി വളർത്തി വലുതാക്കി വിശ്വാസി വളർത്തി. അവനറിയാം പത്രോസിനോട് കർത്താവിനെ ക്ഷമിക്കാൻ 1 മീറ്റർ താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നായിരിക്കും. പക്ഷെ എന്നെപ്പോലൊരു പാവിയോട് ക്ഷമിക്കാൻ എത്ര കിലോമീറ്റർ കർത്താവ് നടക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കപ്പെട്ടവനാണ്. യോഹന്നാൻ അറിയാം കർത്താവിന് എന്നെ സ്നേഹിക്കാമെങ്കിൽ ആരെ സ്നേഹിക്കാം, എന്നോട് ക്ഷമിക്കാമെങ്കിൽ ആരോട് ക്ഷമിക്കാം. അത്ര ഭയങ്കര സ്നേഹമാണ് കൂടുതൽ ഇളച്ചു കിട്ടിയവൻ യോഹന്നാൻ. ഞാൻ വിചാരിക്കായിരുന്നു, അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനായിരിക്കണം കൂടുതൽ, എന്നെ ആയിരിക്കണം സ്നേഹിച്ചത്. കാരണം യോഹന്നാനെ രക്ഷിക്കാൻ 100 മീറ്റർ എങ്കിൽ ദൈവം എന്നെ ഏത് പാതാളത്തിൽ നിന്നാണ് കൈയടിച്ച് കയറ്റിയതെന്ന് എനിക്കറിയില്ല. സോ കൂടുതൽ ഇടച്ചു കിട്ടിയവനാണ് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത്. സമ്മതിച്ചോ? അപ്പം ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിക്കുന്ന ആരെയാ? എന്നെയാണ്. ഞാൻ എന്നെ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എന്താ പറയുന്നത്, എന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ധൈര്യമായിട്ട് പറയാം. അപ്പൊ നമുക്ക് പാവബോധം ഉണ്ടായിരിക്കണം, കർത്താവിനെ രക്ഷിച്ചാന്ന് ബോധ്യം ഉണ്ടാകണം. എൻ്റെ എത്രയോ വലിയ ചെളിയിൽ നിന്ന് എന്നെ കർത്താവ് വലിച്ചെടുത്തു, എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തുമാത്രം കർത്താവ് സ്നേഹിക്കുന്നത്. ഓക്കെ, ഞാനിത് പറയാൻ കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ മുഴുവൻ ഈ യേശുവിൽ നിന്ന് അനുഭവിച്ച സ്നേഹം, അവന്റെ റിസോഴ്സസാ, ഭയങ്കര റിസോഴ്സസാ കർത്താവിന്. അവന്റെ ജീവൻ ജീവിക്കാൻ എന്നോട് പറയുക മാത്രമല്ല, അങ്ങനെ ജീവിക്കാനുള്ള ഫുൾ റിസോഴ്സസ്. യൂദായേക്കാളും വലിയ ശത്രുവിനെ സ്നേഹിക്കാൻ, അവനോട് കർത്താവിനെ കുറിച്ച് പറയാൻ, അഗപ്പെ, അവനുവേണ്ടി മരിക്കാൻ, അത്ര റിസോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം യേശുവിന്റെ ജീവൻ നമുക്ക് തരുമ്പോൾ ചുമ്മാ ഒരു ഉണങ്ങിയ ജീവനല്ല, സമൃദ്ധിയായ ജീവനാണ്. യേശുവിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫുൾ റിച്ച് ലൈഫ്. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും ക്ഷമിക്കാം, ആരോട് വേണമെങ്കിലും ക്ഷമിക്കാന്ന് മാത്രമല്ല, എത്ര പ്രലോഭനം ഉണ്ടായാലും കോപ്പി അടിക്കാതിരിക്കാം, എത്ര ആക്രമിച്ചാലും തിരിച്ചു തല്ലാതിരിക്കാം, സ്നേഹിക്കാം. കാരണം എൻ്റെ റിസോഴ്സ് പോരാ, അതിന് കർത്താവിന്റെ റിസോഴ്സ് നമ്മൾ പ്രാപിക്കണം. ഈ റിസോഴ്സിനെ കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, എഫേസ്യ ലേഖനത്തിലുണ്ട്.
എങ്ങനെയാണ് കർത്താവിന്റെ റിസോഴ്സ് പ്രാപിച്ച ജീവൻ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം, യേശുവിന്റെ പൂർണ്ണത അനുഭവിക്കുന്നു. അത് പറഞ്ഞ ശേഷം നമുക്ക് യോഹന്നാന്റെ മറ്റ് അധ്യായങ്ങളിലേക്ക് ജീവനെക്കുറിച്ച്, നിങ്ങൾക്ക് യേശുവിന്റെ ജീവനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സീരീസ് കഴിയുമ്പം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ജീവന് വേണ്ടി ഒരു ദാഹവും അത് ജീവിക്കാനുള്ള ആത്മാവിന്റെ നിറവും അനുഭവിക്കാൻ പറ്റണം. അല്ല നിങ്ങളുടെ ഒരു 7 ദിവസം പ്രസംഗം ഒന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. ബിക്കോസ് ഈ അന്ത്യകാലത്ത് അതൊരു വലിയ വേസ്റ്റ് ആയിരിക്കും. തിങ്കിങ് ലൈക്ക് ദാറ്റ്. വി നീഡ് ടു ഫോക്കസ് ഓൺ ദ ലൈഫ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ജീവൻ നമ്മളിൽ വസിക്കാൻ, അത് ശരിക്കും ഫുൾ റിസോഴ്സസ് അനുഭവിക്കാൻ പറ്റുന്ന, കർത്താവിന്റെ ആ മഹത്വം മുഴുവൻ അനുഭവിക്കാൻ പറ്റുന്ന, അവന്റെ ക്യാരക്ടറിന്റെ റിച്ച്നെസ് മൊത്തം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ലൈഫായിട്ട്. അപ്പൊ നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് ഈ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ അത് സമൃദ്ധിയായി മാറുന്ന എങ്ങനെ, നമ്മൾ യോഹന്നാൻ 10 നമുക്ക് വരാം. ബട്ട് ജസ്റ്റ് ടു ടെൽ യു ദ അബണ്ടന്റ് റിസോഴ്സസ് ഇൻ ദ ലോർഡ്. ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ, എഫേസ്യയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ അപ്പന് ആർക്ക് കിട്ടും? അപ്പം മരിക്കുമ്പോൾ നീ എനിക്ക് മകനെ പോലെ ആടാന്നൊക്കെ പലരും പറഞ്ഞാണ്. പക്ഷെ അവർക്കാർക്ക് സ്വത്ത് കൊടുക്കില്ല. സ്വത്ത് കൊടുക്കുന്ന ആർക്കേ കൊടുക്കുള്ളൂ? സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾക്കാണ് സ്വത്തിന്റെ അവകാശം, അല്ലേ? ആണോ? തലയാട്ടിയാൽ മതി. ഓക്കെ, ആരും തലയാട്ടിയില്ല, എന്നാലും ആയിക്കോട്ടെ. അതിന് കാരണം എന്താ? ഞാൻ ഡോർ അടച്ചേക്കട്ടെ, ഒരു ഇത്തിരി രഹസ്യം ഇവിടെ ആരും കേൾക്കണ്ട. അതിനുവേണ്ടി എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവരെ കൊള്ളുന്ന ഒരു കഥയായതുകൊണ്ടാണ് രഹസ്യം. ഓക്കെ, ഞാൻ 2 പിള്ളേരാണ്. അപ്പൊ എൻ്റെ അപ്പന് കുറച്ച് സ്വത്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് വേണ്ട എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അപ്പൻ്റെ സ്വത്തോ എൻ്റെ ഭാര്യയുടെ വീതമോ ഒന്നും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട്, ഭയങ്കര ടോപ്പ് സീക്രട്ട് കേട്ടോ. എൻ്റെ അപ്പനെ എങ്ങനെ വഴി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കരുത്. ഇതറിയാം, അപ്പനറിയാം. ഇനിയുള്ള കാര്യം, അപ്പൊ അപ്പനൊരു ഐഡിയ കണ്ടുപിടിച്ചു. ഇവൻ വാങ്ങിക്കൂല, അവനൊരു ബനിയനായിട്ട് കൊടുക്കുന്ന മോശം. 2 പേർക്കില്ല. എനിക്ക് 2 ഒരു ആമ്പിള്ളേരുണ്ടല്ലോ, അവരുടെ പേര് ഞാൻ എഴുതി വയ്ക്കും. ചുറ്റിയോ, വട്ടത്തിൽ ചുറ്റി. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം എന്നറിയോ? എനിക്ക് ഒരു മോനല്ല, 4 പിള്ളേരുണ്ട്. ഈ 4 പിള്ളേരിൽ 3 പേരെയും ഞങ്ങൾ ദത്തെടുത്ത. അതൊന്നും അപ്പൻ അറിയേണ്ട കാര്യമില്ല. When he looks at us, he sees only one grandchild. സ്വത്തിന്റെ അവകാശം. ഞങ്ങളെ സംബന്ധിച്ച് ദാറ്റ്സ് ഇമ്പോസിബിൾ. രഹസ്യമായിരുന്നില്ലേ? ഭയങ്കര ടോപ്പ് സീക്രട്ട് അല്ലേ ഞാൻ പറഞ്ഞ്? കണ്ടോ? ഇപ്പൊ യൂട്യൂബ് വഴി പോയി, അത് വേറെ കാര്യം, പോട്ടെ. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞോട്ടെ, ഇതൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞു. എൻ്റെ മകൻ എവിടെ നിന്ന് വന്നതാ? ഈ അപ്പനിൽ തന്നെ വന്നതാണ്. ദാറ്റ് മീൻസ് 2 ജനറേഷൻസ് ബാക്ക് എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പൻ്റെ വല്യപ്പനിൽ ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ മകനും ഉണ്ടായിരുന്നു. ആ വല്യപ്പനിൽ നിന്നാണ് ഞങ്ങളെല്ലാം ഉണ്ടായത്, എൻ്റെ അപ്പൻ ഉൾപ്പെടെ എല്ലാം. അപ്പൊ സത്യത്തിൽ ഞാനിൽ നിന്ന് തന്നെയാണ് എൻ്റെ മകൻ ഉണ്ടായിരിക്കുന്നത്. ശരിയാണോ? ഓക്കെ. അങ്ങനെ നമ്മൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അവകാശം തന്ന ഒരു അപ്പനുണ്ട്. ആരാന്നറിയാം? ആദം. നമ്മളെല്ലാവരും ആദമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ആദം സ്വത്ത് വിഭജിച്ചപ്പോൾ ആദമിന്റെ സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടി. ആ വയ്യാവേലി ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടി, മേടിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ എല്ലാം പാപിയായിട്ട് ജനിച്ചോണം, ജീവിച്ചോണം, മരിച്ചോണം. ഇതായിരുന്നു സ്വത്ത്. ആദമിൽ ആരെല്ലാം ഉണ്ടായിരുന്നോ അവരെല്ലാം ഇങ്ങനെ സമ്പന്നരായിട്ട് ജനിച്ചത്. എന്താ അവരുടെ സമ്പത്ത്? പാപം ചെയ്തോണം, ജീവിതാന്ത്യം വരെ പാപം ചെയ്തോണം, മരിച്ചോണം. അതിന് സ്വത്ത്.
അതിനിടയിൽ എൻജോയ് ചെയ്യാവുന്നൊക്കെ എൻജോയ് ചെയ്തോണം. ആണ് ആദമിന്റെ സ്വത്ത്. താല്പര്യമുണ്ടോ? ഓ, എൻജോയ് ചെയ്യുന്നതെല്ലാം താല്പര്യം. അങ്ങനെ ഒത്തിരി പേര് അതിനകത്ത് കുരുങ്ങിയിട്ടുണ്ട്. ആദമിന്റെ സ്വത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ലോകത്തിന്റെ പ്രഭുവ. അവനൊരു മഹത്വമുണ്ട്. ഈ മഹത്വത്തിന്റെ കച്ചവടമാണ് ശരിക്കും അവൻ ചെയ്യുന്നത്. അതിനൊരു വലിയ വഞ്ചനയും ഉണ്ട്, ഒരു മഹത്വമുണ്ട്. നിങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. കഥ പറയുന്ന ഇഷ്ടമില്ല, അനുഭവങ്ങൾ പറയുന്ന ഇഷ്ടം. പക്ഷെ ഇതൊരു കഥയാണ്, വെറും കഥ. ഇത് തിയോളജി ആക്കിയേക്കരുത്. ഇത് മാത്രം കട്ട് ചെയ്താലും യൂട്യൂബിൽ ഇട്ടേക്കും ചെയ്യരുത്. ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ അത്ര ഗുണമുള്ളതുമല്ല ചീത്തയല്ല. അപ്പൊ ഇവൻ മരിച്ച് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ അവൻ്റെ ഒരു കൺഫ്യൂഷൻ. രണ്ട് സ്ഥലത്തും വേണേൽ പൊക്കോളാൻ പത്രോസ് പറഞ്ഞു. പത്രോസിന്റെ കാര്യം പറഞ്ഞാൽ കർത്താവിന്റെ കാര്യം പറയണ്ട, ഇതിന് നമ്മൾ വെറുതെ കഥയ്ക്ക് അതൊക്കെ കർത്താവിനെ കൊണ്ടുവരും. അപ്പൊ പത്രോസ് ഇവനോട് പറഞ്ഞു, ഞാൻ രജിസ്റ്റർ നോക്കിയിട്ട് നീ വലിയ ഗുണവും ചെയ്തിട്ടില്ല ദോഷം ചെയ്തിട്ടില്ല, വലിയ അതുകൊണ്ട് നിനക്ക് സെലക്ട് ചെയ്യാൻ ഒരു ചാൻസ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് സ്വർഗം വേണോ നരകം വേണോ നീ തീരുമാനിച്ചോ. അപ്പൊ ഇവൻ എല്ലാവരും കേട്ടിട്ടുള്ള സ്വർഗത്തെ കുറിച്ചാണല്ലോ, ഭയങ്കര സൂപ്പർ സ്ഥലം എന്നൊക്കെ വിചാരിച്ച് ആദ്യം സ്വർഗം ഒന്ന് പോയി കണ്ടേക്കാം. ഇവൻ നേരെ പോയി സ്വർഗത്തിൽ നോക്കിയപ്പം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരമ്മൂമ്മ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബോർഡ് സ്വർഗം എന്നൊരു ആരോമാർക്ക് കൊടുത്തിരിക്കുന്നു. കുറെ പേരവിടെ വെള്ള വസ്ത്രം ഇട്ടിരുന്നു, പാട്ട് പാടി എന്താ ദിശയമേതനകം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു പത്രോസിനോട്, എനിക്ക് നരകം കൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പത്രോസെ കാണിക്കാം. ഓക്കെ വാ എന്ന് പറഞ്ഞു. കാണിച്ചു. ചില്ലു ഭയങ്കര മണിമാളിക കേട്ടോ നരകം. അപ്പൊ അതിന്റെ ഗ്ലാസിന്റെ വെളിയിൽ നിന്ന് പുള്ളി നോക്കുക. പുള്ളി വെളിയിൽ നിന്ന് അകത്തോട്ട് നോക്കിയപ്പം അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിപ്പിച്ചു തുടങ്ങി. സിനിമാ ഹാളുകള്, ആളുകൾ ഡാൻസ് ചെയ്യുന്നു, പരാതരം റെസ്റ്റോറൻറ്റുകള്, അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ചോദിക്കുമ്പോഴെല്ലാം എടുത്തു തരുന്നു, നല്ല ഒന്നാം തരം ബെഡ്, ലോകത്തിലുള്ള സകല എൻജോയ്മെന്റ്. ഇവൻ പത്രോസിന് പറഞ്ഞ്, എൻ്റെ പത്രോസ് ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നരകം മതി. പത്രോസ് പറഞ്ഞ്, സൂക്ഷിച്ചു വേണം, നരകം ഒരിക്കൽ മാത്രമേ നിനക്ക് സെലക്ഷൻ ഉള്ളൂ, പോയാ പോക്കാണ്. അപ്പം ഇവൻ പറഞ്ഞു, എൻ്റെ പത്രോസെ നീ അകത്തോട്ട് നോക്ക്, ആ ഫുഡ് അത് ഇന്നേ വരെ ഞാൻ കഴിച്ചിട്ടില്ല. അതിന്റെ ടേസ്റ്റ് ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം. എനിക്ക് അതൊന്നും ടേസ്റ്റ് ആയിരിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോയിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും, എനിക്കൊരു പണിയൊന്നുമില്ലേ. ഞാൻ നരകം സെലക്ട് ചെയ്തിരിക്കും. ഇവൻ ചെന്ന് നരകത്തിന്റെ ഡോറിലേക്ക് തട്ടരും. പെട്ടെന്ന് ഡോറ് തുറന്ന് 2-3 പിശാചുകൾ വന്ന് ഇവനെ തൂക്കി എടുത്തോണ്ട് പോയി ഒരു ചട്ടിയിലിട്ട് വറക്കാൻ തുടങ്ങി. അവൻ അകത്ത് നോക്കിയപ്പം ഈ പറയുന്ന ഫുഡും ഇല്ല, ഡാൻസും ഇല്ല, ഒന്നുമില്ല. കുറെ തീയും കുറെ പുഴുക്കളും കുറെ പിശാചുകളും ഓടും. ഇവൻ അവിടെ കിടന്ന് ബഹളം വെച്ച് നിലവിളിച്ചിട്ട് ഇവനാ പിശാചിനോട് പറഞ്ഞു, ഞാൻ ഇതൊന്നും അല്ലല്ലോ വെളിയിൽ നിന്ന് കണ്ടത്, ഇതെന്നെ പറ്റിക്കുമായിരുന്നല്ലേ നിങ്ങള്. അപ്പം പിശാച് പറഞ്ഞു, എടാ മോനെ, അതാണ് ഞങ്ങൾ അങ്ങനെയാണ് നരകം അഡ്വർടൈസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് തന്നത് നരകം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതാണ് ശരി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഈ ലോകം ഒരു മഹത്വം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവ കാര്യങ്ങൾക്കെല്ലാം. ഇപ്പൊ തീറ്റ തന്നെ, നമ്മള് ഈ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, തിന്നുന്നതിനകത്ത് വിശപ്പ് മാറുക എന്നുള്ളതല്ല, അതിനകത്തൊരു മഹത്വമുണ്ട്, ഒരു ഗ്ലോറിങ് ഉണ്ട്. ഒരു സാധാരണ ഇതിപ്പോ എന്ത് തിന്നാലും അരമണിക്കൂർ കഴിയുമ്പം എഫക്റ്റ് ഒന്നും തന്നെയാണ്. കഴിയുമ്പം അതിന്റെ എഫക്റ്റ് പൊക്കോളും. അത്രേ ഉള്ളൂ ഇതിന്റെയൊക്കെ കാര്യം. പക്ഷെ നമ്മൾ അതിന് പലതരം ടേസ്റ്റുകൾ, ആ റെസ്റ്റോറന്റ് അങ്ങനെ അവിടെ പോയ നമുക്ക് ഇവിടെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ഗൾഫ് യാത്ര കഴിഞ്ഞ് വന്ന ആളുകളുടെ സ്നേഹം കാരണം ഞാൻ തട്ടിപ്പോയതിന് വണ്ണം കൂടി. ആ ഫുഡ് ഒഴുകി വരുക. മലയാളി കറി ചോറിന് ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു 15 കറി കൊടുത്താലും ഈ പാസ്റ്റർമാരെ തീറ്റി ആർക്കും മതിയാകുന്നില്ല. അതെന്താ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ആരാനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഈ ആനകളൊക്കെ വീട്ടിൽ വരുമ്പോൾ ചക്കരയും തേങ്ങയും കൊടുക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. അതുപോലെയാണ് ഈ പാസ്റ്റർമാർ വരുമ്പോൾ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് ഇത് എടുത്തെടുത്ത് കൊടുക്കാൻ. ഞാൻ നമ്മളെല്ലാത്തിനും ഒരു ഗ്ലോറി, ഒരു നല്ലത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ ഒരു മഹത്വം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അവിടെയാണ് പിശാചി വ്യാപരിക്കുന്നത്. വിദ്യാഭ്യാസം ഉള്ളവനൊരു മഹത്വം, അവന് സഭയില് പ്രധാന സ്ഥാനം. ആ മഹത്വം
എന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്നത്. ജാതി അല്ലെങ്കിൽ പണമുള്ളവന് പ്രത്യേക സഭയിൽ പ്രത്യേക. അപ്പൊ അവിടെ വരുന്ന ഈ പണം നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഗ്ലോറി ഈ ലോകത്തിന്റെ അതൊരു ചതിയ, അതൊരു വഞ്ചന. അതാ പറയുന്നത് മോഹത്താലുള്ള നാശം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ അമ്മൂമ്മ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നില്ലേ, അവർക്ക് എന്താ ഈ വേറൊന്നും വേണ്ടാന്ന് തോന്നുന്നറിയോ? അത് ഭയങ്കര സമൃദ്ധിയാ, റിച്ചാ. കർത്താവിൽ നിന്ന് അനുഭവിക്കുന്നതിനകത്ത് ആ ജോയ് ഓഫ് ഡിസ്കവറിങ് ദ ലോർഡ് എന്ന് പറഞ്ഞ് ഇവൻ മനസ്സിലാകത്തില്ല. അവർക്ക് എന്താ വേറെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നേ? എന്താ സ്വത്ത് വേണ്ടാന്ന് തോന്നുന്നേ? എന്താ ഈ ലോകത്തിന്റെ ഡർട്ട് ഞാൻ പറക്കുന്നില്ല എന്ന് തീരുമാനിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ദ ലോർഡ് ഫിൽസ് us with such great joy. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻ ആഡം there is enjoyment. In Adam there is sin. We get all these things. Pleasure based ആണ് ആഡം. കർത്താവ് ജോയ് ബേസ്ഡ് ആണ്. രണ്ടും രണ്ടാണ്. സുഖമാണ്, രസമാണ് ആദമിന്റെ ആയുധം. എന്നാൽ ആനന്ദമാണ് കർത്താവിന്റെ ഫലം, ആത്മാവിന്റെ ഫലം. നമ്മൾ ആഹാരം കഴിക്കുന്ന രസിക്കാൻ, പ്ലഷറാണ്, ജോയ് അല്ല. ജോയ് ഈസ് ആൻ ഇന്നർ തിങ്. കർത്താവ് നിന്റെ കൂടെ കഷ്ടം അനുഭവിക്കാൻ, നിന്റെ ജീവൻ ആസ്വദിക്കുവാൻ എനിക്ക് നീ അവസരം തന്നതിനാണ് സ്തോത്രം. താങ്ക് യു ഫോർ മേക്കിംഗ് മീ പാർട്ടേക്കർ ഓഫ് യുവർ ഗ്ലോറി. ആ ജോയാണ്. ഈ ജോയിയെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയും. CT സ്റ്റഡ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര മുതലാളി. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് ആദ്യ കാലത്ത്, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലം. ആ സമയത്ത് ക്രിക്കറ്റ് മാച്ച് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഈ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രണ്ട് ടീമുകളാണ് ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് ഒന്നും അറിയത്തില്ല. അവരുടെ ടെസ്റ്റുകൾ തമ്മിലുള്ള ടെസ്റ്റുകൾ അറിയപ്പെടുന്നു. നിങ്ങളുടെ അറിയാം. ഞാൻ ക്രിക്കറ്റ് കോളേജൊക്കെ പഠിക്കുമ്പോൾ എന്നെ ആൾക്കാർ അമ്പയറായിട്ട് വയ്ക്കുമായിരുന്നു. കാരണം എനിക്കൊന്നാമത് ഓടാൻ വയ്യ, തടി കാരണം. പിന്നെ അധികം കള്ളം പറയില്ല എന്നവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നുണ്ട്. എന്നെയായിരുന്നു അമ്പയറായിട്ട് വെച്ചോണ്ടിരുന്നത്. പിന്നെ അവസാനം അടിയിലെ മിക്കാറും തീരാറുണ്ട്. ഇതുവരെ ഈ ആഷസ് പരമ്പര തുടങ്ങുന്നത് CT സ്റ്റഡിന്റെ കാലത്ത്. ആ സമയത്ത് ഇംഗ്ലണ്ട് തോറ്റുപോയപ്പോൾ അവരുടെ പത്രക്കാരെഴുതി, ഇംഗ്ലണ്ട് ഉണ്ടേ ഇവരെന്ത് വെച്ചാൽ സ്റ്റമ്പെല്ലാം കൂടെ പറക്കി കത്തിച്ച് പൊടിച്ച് ചാക്കിയിട്ട് ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുപോയി ശവടക്കി. അതിനാണ് ആഷസ് എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സ്റ്റക്കായോ? Are you fine? Are you able to listen? Okay. Are you able to listen ചോദിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൂം വിൻഡോയുടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ കഴിഞ്ഞാൽ 2 അടയാളങ്ങൾ കിട്ടും. അതിലൊന്ന് തംസപ്പ് ആണ്. അത് വിട്ടാൽ മതി. അപ്പൊ എനിക്ക് കേൾക്കുന്നുണ്ടോ മനസ്സിലാവും? ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഐ ഗോട്ട് മെനി സൈൻസ്. മതി. ഓൾറൈറ്റ്. അപ്പോൾ ഈ ആദമിൽ നമുക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്. ഈ ആദമിന്റെ അവകാശങ്ങൾ നമ്മളെ ഈ ലോകത്തിൽ ഫ്ലഷാണ്. അത് മൊത്തം ഫ്ലഷിൽ നിന്ന് വരുന്ന. ഞാൻ ആദമിൽ ഉണ്ടായിരുന്ന ഫ്ലഷില്ല. അപ്പൊ ആ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. അപ്പൊ ആദമിന് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ആദം സ്വർഗത്തിൽ പോകണ്ട. മനുഷ്യൻ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആദമിക മനുഷ്യന്, വീണ്ടെടുക്കപ്പെടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഫ്ലഷേ ഉള്ളൂ. ആ ഫ്ലഷ് പ്രോഫിറ്റ്സ് ഹിം നത്തിങ്. അത് എത്ര നല്ല ഫ്ലഷ് ആയാലും പ്രോഫിറ്റ്സ് ഹിം നത്തിങ്. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? അതുപോലെ
പക്ഷെ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ പദ്ധതി പ്ലാൻ ചെയ്തു. എന്താണെന്നറിയാം? ആദമിൽ നമ്മൾ നശിച്ചു പോകുന്ന കർത്താവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആദം ഉണ്ടാകുന്നതിന് മുമ്പ്, ആകാശവും ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, സമയം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. അവസാനിപ്പിക്കാൻ പോവാണ്. എഫെസ്യ ലേഖനം 1:4 വായിച്ച്. എഫെസ്യ ലേഖനം 1:4. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുത്തു. ആരില്ല? ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ആദമിൽ ആകുന്നതിന് മുൻപ് ദൈവം നമുക്ക് അവകാശം വേറെ ഒന്ന് തരാൻ വേണ്ടി നമ്മളെ ആദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരുന്നു. അതിന്റെ 3-ാം വാക്യം വായിച്ചു നോക്കി. 4 ഇപ്പൊ വായിച്ചത്, 3-ഉം 4 ഒന്നിച്ച് വായിച്ചു നോക്കി. 3-ാം വാക്യം എന്താ പറയുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ആ അവകാശം മുഴുവൻ ഇൻ ക്രൈസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ആരിലാ ആദ്യം വന്നത്? ക്രിസ്തുവിലാണോ ആദമിലാണോ? ഏതാ നിത്യം? ഏതാ സമയത്തിനകത്തുള്ളതും താൽക്കാലികമായിട്ടുള്ള ഏതാ? ആദം. സമയത്തിന് മുൻപേ ഉള്ളതും നിത്യമായിട്ടുള്ള അവകാശം എന്തോ? ക്രിസ്തുവിലുള്ളത്, ഇൻ ക്രൈസ്റ്റ്. ദാറ്റ്സ് ആൻ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. വിശ്വാസം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നറിയോ? ആദമിലേക്കല്ല. വിശ്വാസം നമ്മളെ കൊണ്ടുപോകുന്നത് നിത്യമായ അവകാശത്തിലേക്കാണ്. നമ്മൾ അന്ന് ഇല്ലായിരുന്നു. ക്രിസ്തുവിൽ നമ്മളെ ദൈവമാക്കുമ്പോൾ ഇല്ലായിരുന്നു. നമ്മൾ അടുത്തേടെ ഉണ്ടായത്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ, കാഴ്ചയിൽ, മുന്നറിവിൽ, ആരൊക്കെ വിശ്വസിക്കും എന്ന് ദൈവത്തിനുള്ള മുന്നറിവിൽ അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, ഇൻ ക്രൈസ്റ്റ്. അപ്പൊ നമ്മൾ അവകാശികളല്ലേ? ആണോ? എന്തിന്റെ അവകാശികളാ? ദൈവത്തിന്റെ അവകാശികളാ. ഇനിയിപ്പോ ഞങ്ങളുടെ മറ്റു 3 പിള്ളേർക്ക് അവകാശം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആര് തീരുമാനിക്കണം? എൻ്റെ മകൻ തീരുമാനിക്കണം. എൻ്റെ മകൻ തീരുമാനിച്ചാൽ മറ്റു പിള്ളേർക്ക് അവകാശം ഉണ്ടാവും. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ക്രിസ്തുവിൽ നമ്മളെ കർത്താവ് തീരുമാനിച്ചു, എൻ്റെ അവകാശം എന്നിലുള്ള എല്ലാവർക്കും കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് എന്ത് ധനമായി ഈ അബണ്ടന്റ് ലൈഫായിട്ട് നമുക്ക് വരുന്നത്? ക്രിസ്തുവിന്റെ ധനം അല്ലേ? ആണോ? നമുക്ക് ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളായി മാറുക. ബിക്കോസ് വി ആർ ഇൻ ക്രൈസ്റ്റ്, ഹിസ് ഷെയറിങ് ഹിസ് ഇൻഹെറിറ്റൻസ് വിത്ത് us. അപ്പോ കർത്താവിന്റെ പിതാവ് എൻ്റെ പിതാവ് അല്ലേ? അവന്റെ വീട് എൻ്റെ വീടാണ്. അതെന്റെ അവകാശം. അവന്റെ മഹത്വം എൻ്റെ മഹത്വം, അവന്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധിയാണ്. ഞാൻ അതിനുവേണ്ടി ജീവിക്കുന്നത്. അവന്റെ നീതി എൻ്റെ നീതി. അവൻ സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ. അപ്പൊ ആദ്യമേ വരാൻ പോകുന്ന വലിയ ആപത്തുണ്ട്. അതിനു മുമ്പേ കർത്താവ് എന്തൊരിക്കും നമുക്ക്? തിരുക്കരങ്ങൾ നിരത്തി വച്ചു. അറിയോ പാട്ട്? താരകങ്ങൾ ഗഗനെ. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു ബൈബിൾ കോളേജിൽ സാറ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എത്ര വേണേലും പ്രസംഗിച്ചു, പക്ഷെ ദയവായിട്ട് പാടരുത്. ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ മറന്നു പോകാറുണ്ട്. ഞാനിത് അർത്ഥം പറയാൻ വേണ്ടി മാത്രം. തിരുക്കരങ്ങൾ നിരത്തി വച്ചു താരകങ്ങൾ ഗഗനെ ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതിനു മുന്നേ. മീൻസ് വാട്ട്? ആകാശത്തിൽ ദൈവം നക്ഷത്രങ്ങൾ ഒരുക്കി വയ്ക്കുന്നതിന് മുമ്പ് ദൈവം നമുക്കായിട്ട് രക്ഷ ഒരുക്കി വെച്ചു ക്രിസ്തുവിൽ. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ നമുക്ക് അവർ എന്നേക്കും ആർക്കും എടുക്കാൻ പറ്റാത്തൊരു അവകാശത്താൽ നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ആദമിൽ നിന്ന് വരുന്ന വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ദൈവം പ്ലാൻ ചെയ്തു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എവിടെ ആയിരുന്നേനെ? നമ്മളെല്ലാവരും ഇപ്പം ഏതൻ തോട്ടത്തിലെ കാർബൈഡ് ഒന്നും ഇല്ലാത്ത നല്ല പഴമൊക്കെ കഴിച്ച് നല്ല സ്വസ്ഥമായിട്ട്, കൊറോണയില്ല ഒന്നുമില്ല, സ്വസ്ഥമായിട്ട് ഓടിച്ചാടി നടക്കുമായിരുന്നേനെ. പക്ഷെ ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു. വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ആദമിൽ തികഞ്ഞവരായി പോയി. ഈ ആദമിൽ തികഞ്ഞവരായുള്ള കുഴപ്പം എന്താണെന്നറിയോ? ആദമിന് കർത്താവിനെ പൂർണ്ണമായിട്ട് അറിയത്തില്ല. ആദമിന് ദൈവത്തിന്റെ സ്ട്രെങ്ത് മാത്രമേ അറിയത്തുള്ളൂ, അവന്റെ മഹത്വം മാത്രമേ അറിയത്തുള്ളൂ. മഹത്വം എന്ന് പറയാൻ പറ്റില്ല, അവന്റെ ശക്തി. ദൈവം ശക്തനായ ദൈവം, ഇറ്റേണൽ പവർ ഓഫ് ഗോഡ്, അത് മാത്രമേ ആദമിന് അറിയൂ. പക്ഷെ നമുക്ക് കർത്താവിന്റെ ബലഹീനത അറിയാം.
എന്താ കർത്താവിന്റെ ബലഹീനത? ഈ അവന്റെ ബലഹീനത നമ്മുടെ ബലത്തെക്കാളും വലുതാണ്. നമ്മുടെ പൂർണ്ണ ശക്തി എടുത്താലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ വലുതാ ദൈവത്തിന്റെ ബലഹീനത. കാരണം അവന്റെ ബലഹീനത നമ്മളെ രക്ഷിച്ചത്. എന്തായിരുന്നു അവന്റെ ബലഹീനത? നമ്മളോടുള്ള അവന്റെ സ്നേഹം. അതൊരു ബലഹീനതയായിരുന്നു. കർത്താവിന് ഏറ്റവും എളുപ്പം എന്തായിരുന്നു അറിയാം? നമ്മളെല്ലാം തൂത്തുപറിക്കുന്ന നരകത്തിലിട്ടിട്ട് പുതിയ കുറെ എണ്ണത്തിനെ സൃഷ്ടിക്കുമായിരുന്നു. ഈ അനുസരണ ഇല്ലാത്ത വൃത്തിയായിട്ട് എല്ലാം കൂടെ കോരിപ്പറിക്കുന്ന നരകത്തിലോട്ട് ഇട്ടിട്ട് കർത്താവിന് പറയാമായിരുന്നു, വേണേ അവന്മാരെല്ലാം എന്നെ എതിര് തിരിഞ്ഞിരിക്കുകയാണ്, ഞാൻ അവനെല്ലാം നരകത്തിൽ വിട്ടിട്ട് ഞാൻ പുതിയ സൃഷ്ടിക്കാൻ പോകാം പറയാമായിരുന്നു. ഈസിയായിരുന്നു. ദൂതന്മാരെല്ലാം കർത്താവിനെ സ്തുതിച്ചേനെ. ആ വഷളന്മാരെ ഒന്നും ഇങ്ങോട്ട് കയറ്റി വിടാതെ എല്ലാത്തിനെയും നരകത്തിലിട്ട് നമ്മുടെ കർത്താവ് എത്ര വിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞവരെ സ്തുതിച്ചേനെ. പക്ഷെ അവര് നോക്കിയിരിക്കെ ഈ കർത്താവ് എന്ത് നമ്മളെ രക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് അവൻ നമ്മളിൽ ഒരാളായിട്ട് ആ തേജസ്സിൽ ഇരുന്ന ക്രിസ്തു, തേജസ്സിന്റെ കർത്താവ് ഇതിലിറങ്ങി വേർപ്പ് രക്തമാക്കി ആലഞ്ഞ് തിരിഞ്ഞ് ഈ പാപികളെ പുഴുക്കളെ പോലെ നമ്മളെ അന്വേഷിച്ച് നമ്മളിൽ ഒരാളായിട്ട് തിരിഞ്ഞ് നടന്നു എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. ദൂതന്മാരെല്ലാം സ്റ്റണ്ണായിട്ട് നോക്കിയിരിക്കുക. എന്താ കാര്യം? നമ്മളെ നശിപ്പിക്കാൻ കർത്താവിന് പറ്റുന്നില്ല. ഹി ലവ്ഡ് us so much that he risked himself for us എന്ന് പറയുന്നത് അസാമാന്യമായ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. So we are in that love and we know our Lord much more than Adam could ever have known. അതുകൊണ്ടാണ് ആദമിനെ എപ്പോഴെങ്കിലും അനുസരിക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ സമൃദ്ധിയായ ജീവനിലേക്കാണ് പുത്രനിലൂടെ നമ്മൾ നടക്കുന്നത്. നമുക്ക് വീണ്ടെടുപ്പിന്റെ ആ ബലം അറിയാം, കരുണ അറിയാം, കൃപ അറിയാം. ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു സൈഡ് ആദമിന് ഒരിക്കലും മനസ്സിലാവുകയില്ലായിരുന്നു. ലംഘനം പെരുകിയെടുത്ത് പാപം അല്ല കൃപ പെരുകിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പാപം ചെയ്യുന്നതനുസരിച്ചല്ല കൃപ പെരുകുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. അവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. പാപം ചെയ്യുന്നതനുസരിച്ച് കൃപ പെരുകുന്നു. ഈ ഹൈപ്പർ ഗ്രീസുകാർ അങ്ങനെ പറഞ്ഞത്. അവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ പാപികളാണ്. ഈ പാപികളെ നമുക്ക് കൃപ പെരുകാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ന്യായപ്രമാണം ഇടയ്ക്കോട്ട് വെച്ചു. ഈ ന്യായപ്രമാണം ഇടയ്ക്കോട്ട് വെച്ചപ്പോൾ നമുക്ക് അയ്യോ ഞാൻ നിലവിളിച്ചു. കാരണം ന്യായപ്രമാണം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ വെറും പാപിയാണല്ലോ. ലംഘനം അങ്ങനെ പെരുകിയതല്ല, ഞാൻ ചെയ്തു പെരുകിയതല്ല, കാണിച്ചതാ എന്നെ. ഞാൻ അലറി വിളിച്ചു പോയതാ. അവിടെയാ കൃപ പെരുകിയത്. മാനസാന്തരത്തിനകത്തോടെ കൃപ പെരുകിയത്. തിരിച്ചറിവിലൂടെയാണ് ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവിലാണ് ദൈവത്തിന്റെ കൃപ. നിങ്ങളുടെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് ലംഘനം പെരുകേണ്ടത് പ്രവൃത്തികളിലൂടെ അല്ല, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു ലംഘനത്തെ പെരുക്കി കാണിച്ചു. അപ്പൊ ഞാനൊരു നിസ്സാരനല്ല, മഹാപാപിയാണ്, എന്നെ രക്ഷിക്കാൻ കർത്താവിനെ പറ്റുള്ളൂ, ഞാൻ രക്ഷപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ കൃപ ആ മാനസാന്തരത്തിന്മേൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കിയത്. അത് പാപം ചെയ്ത കൃപയാന്നല്ല, പാപം തിരിച്ചറിയുമ്പോൾ, നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മൾ ആ ന്യായപ്രമാണത്തിന്റെ ആ മാങ്ങാണ്ടി അതിന്റെ ആ ഹാർഡ് പാർട്ടിനാൽ തകർക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിക്രമം പെരുകിയതായിട്ട് നമ്മൾ കാണുന്നത്. അയ്യോ ഞാൻ തൊടുന്നു ഇരിക്കുന്നു എല്ലാം ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്നതിനകത്ത് പക്ഷെ അത് ഞാൻ കാണുമോ ഈ ന്യായപ്രമാണത്തിലൂടെ. അപ്പോഴാണ് കർത്താവ് പറയുന്നത് നിനക്ക് എന്റെ കൃപയിൽ മാത്രം ആശ്രയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പോയി പാപം ചെയ്ത് അവിടെ നിന്ന് 5 രൂപ മോഷിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയെ അമൃതരെ എന്ന് പറയുന്നത് അതല്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. സിന്നിങ് ഡസ് നോട്ട് ഇൻക്രീസ് ഗ്രേസ് ബട്ട് അവയർനെസ് ഓഫ് സിൻ, ബ്രോക്കൺനെസ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വെൻ വി ആർ എക്സ്പോസ്ഡ് ബിഫോർ ദ ലോർഡ് വി ആർ കവേർഡ് ബൈ ഗ്രേസ്. അതവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കൂ. അതാണ് പ്ലെയിൻ ഇന്റർപ്രിട്ടേഷൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലംഘനത്തെ പെരുക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? നിങ്ങൾ പാപികളല്ല എന്ന് പറഞ്ഞിരിക്കുമല്ലായിരുന്നു. ലംഘനത്തെ പെരുക്കി കാണിക്കാൻ വേണ്ടി കർത്താവ് ന്യായപ്രമാണം എടുക്കട്ടെ എന്ന് വെച്ചെന്ന് പറഞ്ഞു. അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പാപിയായി പോയത്. അതുവരെ ഞാൻ മിടുക്കനായിരുന്നു. അല്ല, പാപം ചെയ്തല്ല കൃപയിലേക്ക് വീഴുന്നത്, ന്യായപ്രമാണത്താൽ തകർക്കപ്പെട്ടിട്ടാണ് കൃപയിലേക്ക് വീഴുന്നത്. നമുക്ക് വേറെ ഗതിയില്ലാതായി പോവാം. We become so weak in our flesh. We cry out to the Lord, oh Lord, save me. അവിടെയാണ് സേവിങ് ഗ്രേസ് നമ്മൾ അനുഭവിക്കും. ഇൻ ദാറ്റ് ക്രൈ നമുക്ക് കർത്താവിന്റെ ജീവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ നാമത്തിന് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ ദൈവമേ ഒന്നും കണ്ടില്ല. കർത്താവെ, അവിടെ ഞങ്ങളെ നോക്കിയപ്പോൾ ശത്രുക്കളെയാണ് കണ്ടത്. എങ്കിലും പുത്രനെ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാനും ആദമിൻ്റെതല്ലാത്തൊരു അവകാശം നിത്യതയിൽ ഞങ്ങൾക്ക് സ്ഥാപിക്കുവാനും അതിലേക്ക് വിശ്വാസത്തോടെ നോക്കുവാനും ക്രിസ്തുവിന്റെ സകല നിറവിനാലും ജീവിക്കുവാനും ഞങ്ങൾക്ക് എന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ അവന്റെ ജീവന്റെ സമൃദ്ധിയിൽ നടത്തണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.